ആശ്വാസങ്ങളുടെയും കാരണഭൂതനായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ അടുത്തും അകലെയുമായി തിരുവചന സത്യങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വന്ദനങ്ങൾ. ഇന്നത്തെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന പാസ്റ്റർ ജോസഫ് ജോൺ, ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനും എനിക്ക് ചിരകാല സ്നേഹിതനുമായ ജോർജ് ടി പാസ്റ്റർ, ഔവണ്ണം ഇതിലുപവിഷ്ടരായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കുര്യാക്കോസ്, പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ തോമസ് എബ്രഹാം, ഗാനം ആലപിക്കുന്ന ഗായക സംഘം, എല്ലാവർക്കായും ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ഒപ്പം ഓൺലൈനിലൂടെ നിരവധി ദൈവമക്കൾ, സഹോദരങ്ങൾ, മലയാളികൾ ഈ പാട്ടുകൾക്കും തിരുവചന സത്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആരെയും തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഉപവാസ യോഗം കൂടിയാണ്. പെന്തക്കോസ്ത് സഭകൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവികമായ വിടുതലുകൾക്കും പ്രാധാന്യം നൽകുന്ന പ്രസ്ഥാനങ്ങളാണ്. 21 ദിവസങ്ങൾ ഭക്ഷണം വെടിഞ്ഞ് ചില ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിനൊരു പക്ഷേ ഇത് അവിശ്വസനീയമായി തോന്നും. എൻ്റെ അമ്മ 40 ദിവസം പലവട്ടം ഉപവസിച്ചിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും ഉപവസിച്ചിട്ടുള്ള ആളല്ല. പരമാവധി 8 ദിവസമൊക്കെ ഉപവസിച്ചിട്ടുണ്ട്. അത് തന്നെ ആളുകളോട് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നും. അങ്ങനെ തോന്നി എന്നോർത്തത് യാഥാർത്ഥ്യമല്ലാതാകുന്നില്ല. എന്തിനാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? മനുഷ്യജീവിതം അഭിമുഖീകരിക്കുന്ന, വിശേഷിച്ച് വിശ്വാസ സമൂഹം നേരിടുന്ന അദൃശ്യ ലോകത്തിലെ, അദൃശ്യ മണ്ഡലത്തിലെ അന്ധകാര ശക്തികളോട് ഇടപഴകാൻ, അല്ലെങ്കിൽ അവയോട് പൊരുതി നിൽക്കാൻ, വചനത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് 18 ദിനങ്ങൾ നമ്മളിതാ പിന്നിടുകയാണ്. ഞായറാഴ്ച തിരുമേശയുടെ ആചരണത്തോടെ അതിന് പരിസമാപ്തി കൈവരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും പ്രസംഗങ്ങളും ദേശത്തിനും സഭയ്ക്കും ഒരുപോലെ അനുഗ്രഹപ്രദമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ചില രാത്രികൾ തിരഞ്ഞെടുത്ത് പൊതുസമൂഹത്തിനു കൂടി പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ വചന ശുശ്രൂഷയുടെ രീതിയും തലവും മാറ്റി ഒരു സുവിശേഷ ഘോഷണം എന്ന നിലയിൽ ഇങ്ങനെ സജ്ജീകരിച്ച ദൈവദാസന്റെ ആ താല്പര്യത്തിനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇതര വിശദീകരണങ്ങൾ കൂടാതെ നേരെ വചന ശുശ്രൂഷയിലേക്ക് കടക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം, അതിൻ്റെ 8, 9, 10 വചനങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. യെഹെസ്കേൽ 47, 8, 9, 10. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലിയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിനെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ എഗ്ലൈം വരെ മീൻപിടുത്തക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെയും വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. നാം വായിച്ചത് ഒരു പഴയ നിയമ വേദഭാഗമാണ്. വിശുദ്ധ ബൈബിളിന് പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ 2 വിഭജനമുണ്ട്. ഈ വിഭജനത്തിൻ്റെ ആധാരം
പല വാക്യങ്ങളുണ്ടെങ്കിലും സുപ്രധാനമായ ഒന്ന് എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തിരം പിതാക്കന്മാരോട് അരുളി. അതാണ് പണ്ടുള്ള അഥവാ പഴയ നിയമം എന്ന് പറയുന്ന തോറ. ജൂതന്മാർ പഴയ നിയമത്തെ വിളിക്കുന്ന ഔദ്യോഗിക പേരാണ് തോറ. ഇനി ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മളോട് സംസാരിക്കുന്നു. ഈ അന്ത്യകാല എന്ന് പറയുന്നത് ചിലരുടെ ധാരണ ഈ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടാണ് അന്ത്യകാലം ആരംഭിച്ചതെന്നാണ്. അതുകൊണ്ട് പറയാറുണ്ട് ഒരു അന്ത്യകാലമാണ്. വാസ്തവത്തിൽ അന്ത്യകാലം ആരംഭിച്ചിട്ട് 2000 കൊല്ലമായി. ന്യൂ ടെസ്റ്റമെന്റ് ടൈം അതാണ് അന്ത്യകാലം. ആ അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലാണ് നമ്മളിപ്പോൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരുളി ചെയ്യുന്നു. അതാണ് ന്യൂ ടെസ്റ്റമെന്റ് അഥവാ പുതിയ നിയമം. കല്ലുകളിൽ എഴുതിയ മരണത്തിൻ്റെ മുന്നറിയിപ്പുള്ള ഓൾഡ് ടെസ്റ്റമെന്റ് ഞാൻ മാറ്റി ഹൃദയമെന്ന മാംസപ്പലകയിൽ ഒരു പുതിയ നിയമം എഴുതും. ആ പുതിയ നിയമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജൂതന്മാർ 39 ഗ്രന്ഥങ്ങളുള്ള അവരുടെ പുസ്തകത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, തനാക്ക് എന്നാണ്. തനാക്ക്. യഹൂദന്മാരുടെ നാട്ടിൽ ചെന്ന് നിങ്ങൾ അവരുടെ മതഗ്രന്ഥത്തിന് പറയേണ്ട പേര് തനാക്ക് എന്നാണ്. തനാക്ക് എന്നാൽ എന്താണ്? തോറ അതായത് പഞ്ചഗ്രന്ഥങ്ങൾ, നബി അഥവാ പ്രവാചക കൃതികൾ, കെത്തുബി അഥവാ സങ്കീർത്തനമടക്കമുള്ള കാവ്യപുസ്തകങ്ങൾ. അങ്ങനെ ആണ് വിഭജനം. ഈ വിഭജനം യേശുവിൻ്റെ പ്രസംഗത്തിലും നിങ്ങൾക്ക് കാണാം. എന്നെക്കുറിച്ച് ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ ബൃഹത് ഗ്രന്ഥത്തിൻ്റെ നബി അഥവാ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന ഭാഗത്തിലെ ഒരു വചനമാണ് വായിച്ചിട്ടുള്ളത്. എസക്കിയേൽ എന്ന പ്രവാചകന്റെ പുസ്തകം. ഈ ഗ്രന്ഥം എഴുതുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് ഏകദേശം 570 കൊല്ലങ്ങൾക്ക് പുറത്താണ്. അല്ലെ, അന്നത്തെ സംഭവങ്ങളാണ്. ഇതിന്റെ എഴുത്തുകാരൻ പ്രവാചകൻ മാത്രമല്ല, അദ്ദേഹം ഒരു പുരോഹിതൻ കൂടിയാണ്. പൗരോഹിത്യവും പ്രവചനവും ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം തന്നെ പ്രവാചകന്മാരൊന്നുമല്ല. ചില ആളുകളൊക്കെ സംഭാഷണത്തിൽ ഈ ലോത്തിനെ പ്രവാചകൻ എന്നൊക്കെ പറയാറുണ്ട്. ലോത്ത് പ്രവാചകനൊന്നുമല്ല, വലഞ്ഞുപോയ നീതിമാനാണ്. ബൈബിൾ പ്രവാചകൻ എന്ന് വിളിക്കണമെങ്കിൽ സർട്ടൻ യോഗ്യതകളുണ്ട്. പുരോഹിതന്മാർ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ചില സമയങ്ങളുണ്ട്. രാജാക്കന്മാരിൽ ചിലർ പുരോഹിതന്മാരായിരുന്നു, പ്രവാചകന്മാരായിരുന്നു. ഇനിയും എസ്രയെ പോലെയുള്ള ശാസ്ത്രിമാരുണ്ട്. നമുക്ക് എസക്കേലിലേക്ക് തന്നെ വരണം. എസക്കേൽ എന്നറിയപ്പെടുന്ന ഈ കർത്തൃദാസൻ ഈ പ്രവചനം നിർവഹിക്കുന്ന കാലയളവിൽ അദ്ദേഹം തൻ്റേതല്ലാത്ത ഒരു രാജ്യത്താണ് പാർക്കുന്നത്. തനിക്ക് പൗരത്വമില്ലാത്ത, തനിക്ക് അവകാശമില്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്നതിന് പേര് പറയും പ്രവാസി. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് പ്രവാസി മലയാളി. ഇന്നതിന് നല്ല അർത്ഥമുണ്ടെങ്കിൽ പണ്ട് അടിമ എന്നൊരർത്ഥവും അതിനുണ്ട്. തൻ്റെ രാജ്യമല്ല, തനിക്കവിടെ പൗരാവകാശങ്ങളില്ല, തനിക്കവിടെ വോട്ടവകാശമില്ല, തനിക്കവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഇന്നതൊക്കെ ഏറെ മാറിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും. എന്നാൽ എസക്കേൽ ജീവിച്ച ആ രാജ്യം ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന, ചരിത്രം മെസപ്പൊട്ടേമിയ എന്ന് വിളിക്കുന്ന
ബൈബിൾ ബാബിലോൺ എന്ന് വിളിക്കുന്ന ഒരു രാജ്യമാണ്. അവിടേക്ക് ക്രിസ്തുവിന് 606 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമിച്ച നെബൂഖദ്നേസർ എന്നറിയപ്പെടുന്ന വിഖ്യാതനായ ചക്രവർത്തി ഇസ്രായേൽ മക്കളിൽ ചിലരെ വേട്ടയാടി പിടിച്ച് ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന മണ്ണിലേക്ക് കൊണ്ടുപോയി. അവരിൽ രാജസന്തതികളിൽ കുലീനന്മാരായ ചില ചെറുപ്പക്കാരെ, യൗവനക്കാരെ അവരുടെ വിദ്യാഭ്യാസവും പദവിയും പരിഗണിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കാൻ പ്രേരിപ്പിച്ചു. അതാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലൊക്കെ. അവരൊക്കെ യഹൂദ ഗോത്രക്കാരാണ്, രാജകുലത്തിൽപ്പെട്ടവരാണ്. ഇപ്പുറത്ത് എസക്കേൽ അടക്കമുള്ള പുരോഹിതന്മാർ ഈ രാജ്യത്ത് ഊഴിയവേല ചെയ്യാം. ഊഴിയവേല എന്നൊരു പദം ആളുകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളും പറയാറുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ അർത്ഥം അറിയില്ല. കൂലിയില്ലാത്ത പണിയാണ് ഊഴിയവേല. കൂലിക്ക് പകരം ഭക്ഷണം, വേവിച്ച ഗോതമ്പും മുതിരയും ഉപ്പ് ചേർത്ത് ഭക്ഷിക്കാൻ കൊടുക്കുകയും പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അതൊക്കെ ആവശ്യത്തിന് കൊടുക്കും, എങ്കിലേ പണി ചെയ്യും മനുഷ്യർ. ഇങ്ങനെ ജീവിക്കുന്ന ക്യാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. നോക്കണം, ഇസ്രായേലിൽ പുരോഹിതന്റെ സ്ഥാനവും മാനവും വലുതാണ്. അവർക്ക് കിട്ടുന്ന ആദരവ് ശ്രേഷ്ഠമാണ്. അവർ സഞ്ചരിക്കുന്ന ന്യായപ്രമാണങ്ങളായി ജനം ബഹുമാനിച്ചു. സഞ്ചരിക്കുന്ന ന്യായപ്രമാണത്തിന് കൊടുക്കുന്ന വിലയും നിലയും പദവിയും കൊടുത്ത് ആദരിച്ചിരുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനടക്കം പ്രവാസിയായി അന്യരാജ്യത്ത് അടക്കപ്പെട്ട ക്യാമ്പ് സെന്ററിൽ സമയം നോക്കി ഭക്ഷണം കഴിച്ച് ആ രാജ്യത്തിന്റെ റോഡും മറ്റ് ഗതാഗത സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ, കനാലുകൾ വെട്ടിക്കീറാൻ, അങ്ങനെ കഷ്ടപ്പെട്ട് ഊഴിയ വേലക്ക് വിധിക്കപ്പെട്ട ഘട്ടത്തിൽ ഈ പുരോഹിതൻ കൈവിടാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് ന്യായപ്രമാണമായിരുന്നു. അവരുടെ ആലയം പൊളിഞ്ഞു. ആലയത്തിലെ വിശേഷപ്പെട്ട വിഭവങ്ങൾ നെബൂഖദ്നേസർ കൊള്ളയടിച്ച് തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹങ്ങളിൽ കൊണ്ടുവച്ചു. അവരുടെ പുരോഹിതന്മാർക്ക് കൈവിലങ്ങണിയിച്ച് വഴിയിലൂടെ വലിച്ചിടച്ച് തങ്ങളുടേതല്ലാത്ത രാജ്യത്ത് കൊണ്ട് പാർപ്പിച്ചു. അവരുടെ രാജകുലത്തിലെ കുലീന സന്തതികളെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാനാവാത്ത വിധം ഈ രാജ്യത്തിൽ സുഖസൗകര്യങ്ങളിൽ തളച്ചിട്ടു. പുരോഹിതന്മാരും സാധാരണ മനുഷ്യരും ഒരുപോലെ കഷ്ടപ്പെടുമ്പോഴും ആ കഷ്ടതയ്ക്ക് നടുവിലും കൈവിടാത്ത മൂല്യവത്തായതൊന്ന് ഈ ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തും ഈ വചനം അവന് ദീപമായിരിക്കും. ഏത് കുറ്റിരുട്ടിലും വജ്രം പോലെ ശോഭിക്കുന്ന ഒരു തിന്മയ്ക്കും നശിപ്പിച്ചു കളവാനാവാത്ത ആ വചനമാണ് ഈ രാത്രി പ്രസംഗിക്കുന്നതെങ്കിൽ ആ വചനം രോഗശാന്തിയാണ്, ആ വചനം വിടുതലാണ്, ആ വചനം അത്ഭുതമാണ്. അകത്തും പുറത്തും ഈ വചനത്തിന്റെ ശക്തിക്ക് ആര് കാതുകുറിപ്പിച്ചിരിക്കും? തങ്ങളേകാഗ്ര ചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ആ വചനത്തിന്റെ ഉടമയുടെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ തുതിക്കുന്നു. ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം, ആർക്കും തടയാൻ കഴിയാത്ത ദൈവത്തിന്റെ വചനം, അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രി ഇതാ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദത്തോട് എതിർക്കാൻ കേൾപ്പുള്ള ഒരു ശക്തിയുമില്ല. മനുഷ്യൻ ഭയപ്പെടുന്ന പ്രകൃതി ശക്തി പോലും ഈ വചനത്തിന് കീഴിലാണ്. മനുഷ്യന് ഏറെ ഭയമുള്ള ഒന്നാണ് ഇടിനാദവും ഭൂകമ്പവും ഒക്കെ പേടിയാണ്, അല്ലേ? ഇടി വെട്ടുന്നൊക്കെ ഭയമാണ്, വല്ലാത്ത പേടി വരും. ഹല്ലേലൂയ. പക്ഷെ ഇടി വെട്ടുന്ന കാര്യം പണ്ടൊക്കെ എനിക്കും പേടിയുണ്ടാകും ബാല്യത്തിൽ. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം വായിച്ചതോടെ ആ ഭയം പോയി. കാരണം മിന്നലുകൾ പുറപ്പെടും മുമ്പ് ഒരു കാര്യം പറയുന്നു, അടിയങ്ങൾ വിടകൊള്ളുന്നു. മിന്നൽ ദൈവത്തോട് പറയാ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന്. അങ്ങനെ സർവശക്തനോട് പറഞ്ഞിട്ടാ മിന്നൽ വരുന്നുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. അടിയങ്ങൾ, എന്തിനാ മിന്നലിന് അടിയങ്ങൾ എന്ന് പറയുന്നത്? ആധുനിക ശാസ്ത്രം കണ്ടെത്തി ഇതിൻ്റെ തരംഗ സ്വഭാവം. കിട്ടിയോ? വൈദ്യുതി വരുന്ന പോലെ വൈദ്യുതിയാണ്, അല്ലേ?
അതുകൊണ്ട് ആ ഒരിക്കൽ ഇടിവെട്ടിയ സ്ഥലത്ത് വീണ്ടും ഇടിവെട്ടാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? അവിടെ കൊണ്ട് വീട് വെക്കരുത്, മാറ്റിക്കോണം. ഒരിക്കൽ പിന്നെ പോരാട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ ഇടിവെട്ടിയ സ്ഥലത്ത് വീണ്ടും ഇടിവെട്ടാൻ മരങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം എന്താണെന്നറിയണ്ടേ? വൈദ്യുത സർക്യൂട്ടുകൾക്ക് വരാൻ പാകത്തിന് ചാലകം റെഡിയായി കഴിഞ്ഞു. അതുവഴി ഇലക്ട്രോണുകൾ പാസ് ചെയ്യും. ഹൈ വോൾട്ടേജുള്ള കറണ്ടായി വരുന്നത്. ഭക്തം പേടിക്കരുത്. പേടിക്കരുത് പറഞ്ഞാൽ ഇടി വെട്ടിയാൽ നമുക്ക് ഏശത്തില്ല, നല്ലതേ. ഇടി വെട്ടിയാൽ നമുക്ക് പറഞ്ഞ് വിശ്വാസിക്കാവുന്ന ഇടി വെട്ടി മാറിപ്പോവോ? മാറിപ്പോവില്ലെന്ന്. ചിലപ്പോൾ മാറിയെന്നും വരാം. അതൊക്കെ ഒരു ദൈവഹിതമാണ്. മനസ്സിലായോ? പിന്നെ എന്തിനാ പേടിക്കണ്ടെന്ന് പറഞ്ഞേ? ഇടി വെട്ടിക്കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ ചെല്ലുന്നതെന്ന് ഓർത്താ പേടിക്കണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. സന്തോഷമല്ലേ? അണലി കടിച്ചാൽ പൗലോസും മരിക്കും. അല്ല, പൗലോസ് മരിക്കരുതെന്നൊന്നുമില്ല. പിന്നെന്നാ അന്ത് മരിക്കാഞ്ഞേ? അതാ വാഗ്ദത്തം. നീ കൈസറുടെ മുമ്പ് ആകെ നിൽക്കേണ്ടതാകുന്നു. വാഗ്ദത്തമുള്ളവനെ അണലി കടിച്ച പിന്നെ അതിനാ ഇതേ പൗലോസിനെ ഈർച്ചവാളിനാൽ കൊന്നു കളഞ്ഞു. എന്താ കാര്യം? വിടുതലുകളിലൊക്കെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ബലം പകരേണ്ട ചില അനുഗ്രഹങ്ങളാണ്. എന്നാൽ സഹനം എന്ന് മറ്റൊന്നുണ്ട്. ഏത് പീഡയുടെ നടുവിലും ദൈവത്തിനായി നിൽക്കാനുള്ള സമർപ്പണ ബോധം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ എസെക്കിയേൽ തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് പുസ്തകം തുടങ്ങുന്നത്. എന്താ അനുഭവം? കാലവും സമയവും ഒക്കെ കൃത്യം ഓർപ്പിച്ചിട്ട് പറയുകയാണ്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ആ ഒന്നാമത്തെ വചനം തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. എന്താ കാര്യം? ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചോട്ടെ. യെരുസലേമിൽ പണ്ട് മനോഹരമായൊരു ദേവാലയം ഉണ്ടായിരുന്നു. അതിന് പ്രാകാരമുണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു, അതിപരിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ധൂപം കാട്ടിയും ശുശ്രൂഷ ചെയ്തും പോകുന്ന ഒരു പുരോഹിതന്റെ മകനായിരുന്നു എസെക്കിയേൽ. അപ്പൻ പുരോഹിതൻ, താനും പുരോഹിതൻ. അവിടെ ഗായക സംഘമുണ്ടായിരുന്നു. അവിടെ വഴിപാട് സാമഗ്രികൾ ഉണ്ടായിരുന്നു. ഇടിച്ചെടുത്ത ഒലിവെണ്ണ പകർന്ന നിരന്തരം കത്തുന്ന നിലവിളക്കുണ്ടായിരുന്നു. പക്ഷേ ആ അന്തരീക്ഷം ഇന്ന് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഇല്ല. അദ്ദേഹം കാണുന്നെന്താ? പട്ടിണി കൊണ്ട് മെലിഞ്ഞ രൂപങ്ങളെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരെ, ദൈന്യത നിറഞ്ഞ കണ്ണുകളെ, എന്തിന് ജീവിക്കുന്നെന്നറിയാത്ത ഒരുപറ്റം പാവം മനുഷ്യരെ, തൊട്ടുമുമ്പിൽ തിരയാർത്ത് തല്ലുന്ന കേബാർ നദി അതിങ്ങനെ ഒഴുകുന്നു. ഇരുട്ടും ഭീതി പരത്തുന്ന ചിന്തകളും നിരാശ പടരുന്ന ആലോചനകളും കൊണ്ട് തളച്ചിടപ്പെട്ടവൻ പറയുക, ഇതൊക്കെ ആണെങ്കിലും പ്രവാസത്തിന്റെ 3 പതിറ്റാണ്ടങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ യെരുസലേമിൽ കാണാത്തൊരു കാഴ്ച, ദേവാലയത്തിൽ വെച്ച് കിട്ടാത്തൊരു കാഴ്ച, ധൂപം കാട്ടുന്ന കാലത്ത് അനുഭവിക്കാത്ത ഒരു പ്രത്യേക അനുഭവം, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കാഴ്ച തടയാൻ കെൽപ്പുള്ള ഒരു പ്രവാസവുമില്ലെന്ന് ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനം മനസ്സിലാക്കിക്കൊള്ളണം. ഈ അതിമഹത്തായ കാഴ്ച തടയാൻ കെൽപ്പുള്ള ഒരു ശക്തിയുമില്ല, ഒരു ദാരിദ്ര്യവുമില്ല, ഒരു പട്ടിണിയുമില്ല, ഒരു നിരാശയുമില്ല. തുറക്കപ്പെട്ട സ്വർഗത്തെ ഞാൻ കണ്ടു. ദൂതഗണങ്ങൾ ആർത്തുല്ലസിക്കുന്നത് ഞാൻ കണ്ടു. വ്യത്യസ്ത രൂപവും ഭാവമുള്ള കെരൂബുകളുടെ ആരാധന ഞാൻ കണ്ടു. അടുത്ത 7-8 അധ്യായങ്ങൾ ആ കാഴ്ചയുടെ മനോഹാരിത വർണ്ണിക്കുക. ആ കാഴ്ചയുടെ മറ്റൊരു രൂപമാണ് വെളിപ്പാട് 4-ൽ എഴുതിയിട്ടുള്ളത്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരാലയം തകർന്നു കിടക്കുന്നു എന്നത് നമുക്കൊക്കെ വേദനാജനകമാണ്, ദുഃഖാർത്ഥമായ സംഭവമാണ്.
ഏതാണ്ട് 30 വർഷമായി യെരൂശലേം ദേവാലയം തകർന്നു കിടക്കുന്നു. അത് പിന്നെ പണിതിട്ടുണ്ട്. 40 ആണ്ടുകൾ കൂടി കഴിഞ്ഞ് ആകെ 70 കൊല്ലം കഴിഞ്ഞ് സെരുബാബേൽ പണിയുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകം എഴുതുന്ന സമയത്തില്ല. ആ മനോഹര ദേവാലയം നേരിട്ട് കണ്ടിട്ടുള്ള, യെരൂശലേം ദേവാലയം മനസ്സിലാക്കിയിട്ടുള്ള എസെക്കിയേൽ ആ ദേവാലയത്തെ കുറിച്ച് അറിയാം. നിങ്ങൾക്കും അതറിയാം എന്ന എൻ്റെ പ്രതീക്ഷ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ യെരൂശലേം ദേവാലയത്തെ പറ്റി ഒരു ചിത്രം വിശദീകരിച്ച് തരാം. ഈ ദേവാലയവും പരിസരവുമെല്ലാം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന് ഏകദേശം 8.5 ഏക്കറേ വലിപ്പമുള്ളൂ. 8.3 ഏക്കേഴ്സ് എന്ന് വെച്ചാൽ കൃത്യം 8.5 ഇല്ല, 8.3 ഏക്കർ വിസ്തൃതി വരുന്നൊരു ഭൂപ്രദേശം. 5 മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടൊരു സ്ഥലം. ആ 5 മലകളിൽ 4 മലകളെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഒരു മല നടുക്കായി പോയി. അത് പരിസരത്തുകൂടി ഒഴുകുന്ന വെള്ളം ഉയർന്നിട്ട് എക്കലുകളൊക്കെ അടിഞ്ഞിട്ട് മല ഇങ്ങനെ മൂടി മൂടി പോയി. ഇതാണ് കാര്യം. അപ്പോൾ 4 മലകളുടെ പേരും നിങ്ങൾക്കറിയാം. ഒരു മലയുടെ പേര് യബൂസ്യനായ ഓർന്നാന്റെ കളർ എന്നാണ്. അതങ്ങനെ അധികം കേട്ടിട്ടില്ലായിരിക്കാം. ദാവീദ് വിലക്ക് വാങ്ങാണ് ഓർന്നാന്റെ പക്കൽ നിന്ന്. രണ്ടാമത്തെ മല വളരെ പ്രസിദ്ധമാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തിരഞ്ഞെടുത്ത മോറിയയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ മല നിങ്ങൾക്ക് വളരെ പരിചയം, ഉത്തരഗിരിയായ സിയോൻ. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. അടുത്ത മല അറിയാത്ത ഒരാളും കാണില്ല. കാൽവറി എന്ന ഗോൽഗോഥ. അതിൻ്റെ ആ സംവിധാനം തന്നെ, സജ്ജീകരിച്ച രീതി തന്നെ അമ്പരപ്പിക്കും. എവിടെയാകുന്നുവോ മോറിയ, ആ മോറിയയുടെ പിൻഭാഗത്താണ് കാൽവരി. സത്യത്തിൽ ഇതിൽ ഏറ്റവും ചെറിയ മല കാൽവരിയാണ്. ഈ കാൽവരി മലയ്ക്ക് നമ്മുടെ ഈ ആലയത്തിൻ്റെ ഈ തൂണുകളുണ്ട്. ഇത്രയും കൂടി വലിപ്പം വരും. ചെറിയൊരു മൊട്ടക്കുന്ന്. നമുക്ക് ഓടിക്കയറി താഴെ ഇറങ്ങാം. അധികം വലിപ്പമില്ല, ചെറിയൊരു മല. പക്ഷെ ഈ മല ലോകപ്രസിദ്ധമായതേ അവിടെ ഒരു പരമയാഗം നടന്നു. അതിനും 1000 ആണ്ടുകൾക്കപ്പുറത്ത് അബ്രഹാമിന്റെ ഏകജാതൻ അവിടെ യാഗമാകാൻ സമർപ്പിതനായി. യാഗവസ്തുവായി അവനെ അറുക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി, അബ്രഹാമേ. അബ്രഹാം തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന കാൽവറിയാണ്. അവിടെ പിതാവിന്റെ ഏകജാതൻ പിൽക്കാലത്ത് പ്രാണന വിട്ടു. ഇതെല്ലാം കൂടുന്ന ഭൂപ്രദേശത്തിന്റെ പേരാണ് യെരൂശലേം. അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയം പണികഴിപ്പിച്ചത് മഹാനായ സോളമനായിരുന്നു. അതുകൊണ്ട് ഇതിനെ വിളിച്ചു സോളമനിക് ടെമ്പിൾ. സോളമൻ ഇത് പണി കഴിപ്പിക്കും മുമ്പ് തന്നെ ആലയം ഉണ്ടായിരുന്നു. ആ ആലയം പക്ഷേ ഒരു സ്ഥലത്തിരിയല്ല. അതിൻ്റെ പേര് സമാഗമന കൂടാരം എന്നായിരുന്നു. ഈ സമാഗമന കൂടാരം ഇസ്രായേൽ മക്കൾ എവിടൊക്കെ പാളയമടിക്കുമോ ആ സ്ഥലത്തൊക്കെ കൊണ്ട് സ്ഥാപിച്ച ഒരു താൽക്കാലിക സജ്ജീകരണമായിരുന്നു. അതിന് 60 തൂണുകൾ ഉണ്ടായിരുന്നു. ആ 60 തൂണുകൾ വെള്ളി പൊതിഞ്ഞവയായിരുന്നു. ആ തൂണുകളുടെ ചിമിഴികൾ വെള്ളിയിൽ ഘടിപ്പിച്ചതായിരുന്നു. ഇതിനകത്ത് 1.5 മുഴം വീതം വീതി വരുന്ന പൊന്നു പൊതിഞ്ഞ കതിരമര പലകകൾ ഉണ്ടായിരുന്നു. അത്തരം 48 പലകകൾ ഭിത്തി കണക്കെ അതിനെ ഇങ്ങനെ മറച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, മനോഹരമായൊരു പെട്ടകം അവർക്കുണ്ടായിരുന്നു. ആ പെട്ടകത്തെ മൂടിയിരുന്ന അതിൻ്റെ അടപ്പ് കൃപാസനം എന്നറിയപ്പെട്ടു. ആ കൃപാസനത്തെ 2 കെരൂബുകൾ മറച്ചിരുന്നു. ആ കൃപാസനം തുറന്നാൽ അതിൽ 3 കാര്യങ്ങൾ കാണാം.
അഹരോന്റെ തളുത്ത വടി, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, കൽപ്പനയുടെ ഫലകങ്ങൾ. ഇത്രയും കാണാം. ഇത് മൂന്നിനും ഒരു പ്രത്യേകത ഉണ്ടാകും. ഇതൊരു പ്രശ്നമായി. അതിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന്, അഹരോന്റെ തളിർത്ത വടി ഈ പെട്ടകത്തിലുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നാളുകൾക്കപ്പുറത്ത് ഈ തളിർത്ത വടി ഇവിടെ വരാൻ കാരണമായ ഒരു സംഭവം ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങൾക്കിടയിൽ പൗരോഹിത്യത്തിന്റെ പേരിൽ നടന്നൊരു കലഹമായിരുന്നു. ആ കലഹത്തിന്റെ അന്ന് പൗരോഹിത്യം അഹരോനിൽ ഉറപ്പിച്ചു തെളിയിക്കാൻ അഹരോന്റെ വടി മാത്രം തളുത്ത സംഭവം നിങ്ങൾക്കറിയാം. ഈ വടിയാണോ? പിന്നുള്ളത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രമാണ്. എത്ര മഞ്ഞ ഭക്ഷിച്ചിട്ടും അവറ്റകൾക്ക് സംതൃപ്തിയില്ല. ചില മനുഷ്യരെ കണ്ടിട്ടില്ല, എന്ത് കഴിച്ചാലും സംതൃപ്തിയില്ല, എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും സംതൃപ്തിയില്ല, എന്തെല്ലാം കിട്ടിയാലും തൃപ്തിയില്ലാത്ത മനുഷ്യർ. ചിലരങ്ങനല്ല, ജീവിതം അവർക്ക് സംതൃപ്തി ഉള്ളത് മതി. അങ്ങനെ ഒരു മനസ്സുണ്ടാവുക എന്നത് വലിയൊരു വളർച്ച അല്ലേ? വലിയൊരു വളർച്ച. സ്തോത്രം. ഇതും ഈ പേടകത്തിലുണ്ട്. മൂന്നാമതൊന്ന്, ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മോശ ഇസ്രായേൽ മക്കളുടെ വിഗ്രഹാരാധന നിമിത്തം കലഹിച്ച് ഈ പ്രമാണങ്ങൾ തല്ലി ഉടച്ചു. രണ്ടാമത് രൂപപ്പെടുത്തിയ ചെത്തി മിനുക്കിയ കല്ലുകൾ ഇതിനകത്തുണ്ട്. തുറന്ന പ്രശ്നമാണ്. കാരണം എന്താ? ഒന്ന് കലഹമാണെങ്കിൽ, അല്ലെങ്കിൽ മത്സരമാണെങ്കിൽ, മറ്റൊന്ന് അസംതൃപ്തി നിറഞ്ഞ പാപം. ഇനി മറ്റൊന്ന് അധികാര സ്ഥാനത്തിരുന്നിട്ടും ദൈവിക നീതിക്ക് വേണ്ടി ആ നിലകൊള്ളാതെ മനുഷ്യ കോപം കൊണ്ട് ഉടച്ചു കളഞ്ഞ കൽപ്പന. അഹരോൻ ഭയപ്പെടും, മോശ ഭയപ്പെടും, ജനം ഭയപ്പെടും. ഈ സാധനം കയ്യിലുണ്ട്. ഭയപ്പെടുത്തുന്ന ഈ വസ്തു പെട്ടകത്തിനുള്ളിലാക്കി കൊണ്ട് നടക്കുമ്പോൾ പക്ഷേ അവർക്ക് ഭയമില്ല. എങ്ങനെ ഭയം മാറിയെന്നറിയണ്ടേ? ഇതിനെ മൂടുന്നൊരു കൃപാസനം. കൃപ കൊണ്ടതിനെ മൂടി അതിനുള്ളിൽ ഒതുക്കിയിട്ട് തമ്പുരാൻ പറയാ, ഞാൻ നിന്റെ പാപത്തെ ഓർക്കുന്നില്ല, മത്സരത്തെ ഓർക്കുന്നില്ല, കുറവുകളെ ഓർക്കുന്നില്ല, അപര്യാപ്തതയെ അപാകതകളെ ഓർക്കുന്നില്ല. എന്റെ കൃപ ബലഹീനതയിൽ കഴിഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. ആ കൃപയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഈ പെട്ടകം ചുമന്നു പോകുമ്പോൾ അതിനും ഒരു വഴികാട്ടലുണ്ട്. വെറുതെ ചുമക്കല്ല. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവ സാന്നിധ്യം മുമ്പിൽ പോകും. എവിടെ ഈ അഗ്നിസ്തംഭം നിൽക്കുമോ അവിടെ പെട്ടക വിളവേൽക്കും. അതിന് ചുറ്റും ഒരു കൂടാരം കിട്ടും. ഒരു കാര്യം കേൾക്കണ്ടേ? കോടികൾ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ നിക്ഷേപം, അതിൽ തങ്ക നിലവിളക്ക്, അതിൽ പെട്ടകത്തെ പൊതിഞ്ഞിരിക്കുന്ന പൊന്ന്, വെള്ളിയുടെ കണക്കിന് അളവില്ല. ചിത്ര തയ്യലുള്ള നിലയങ്കികൾ, തകച്ചു തോൽക്കൊണ്ടുള്ള മോടികൾ, ഇത്രയും വിലപിടിപ്പുള്ള ഈ കൂടാരം ആക്രമിച്ചത് കൊള്ളയടിക്കാൻ കെൽപ്പുള്ള ഒറ്റ കൊള്ളക്കാരനെയും 40 ആണ്ടുകൾക്കുള്ളിൽ കാലം കണ്ടില്ല. എന്തായിരിക്കും കാര്യം? ഒരുത്തനും അടുത്തു വരാത്ത വിധം ദൈവത്തിന്റെ തേജസ് അതിനെ വലയം ചെയ്ത് നിൽക്കുന്നെങ്കിൽ ഈ രാത്രി നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ സംരക്ഷണ വലയം കൂടാതെ ഒരാളെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നസ്രായനായവന്റെ സാന്നിധ്യം നിനക്കിതാ ഒരു സംരക്ഷണം ഏർപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം ആ സംരക്ഷണം ഇന്ന് നമുക്ക് കാവലായിരിക്കട്ടെ. ആ സംരക്ഷണ വലയം ഭേദിച്ച് ഒരുവനും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണ് ഇതൊക്കെ കഴിഞ്ഞ് സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം പക്ഷേ കൊള്ളയടിച്ചു. കാവൽക്കാരുണ്ട്, ആയുധധാരികളാണ്. സോളമൻ മഹാജ്ഞാനിയാണ്, ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ, സോളമന്റെ കൊച്ചുമോന്റെ കാലമൊക്കെ ആകുമ്പോൾ അന്തരീക്ഷമേറെ മാറി.
രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ആലയം നെബൂഖദ്നേസർ കൊള്ളയടിച്ചു. ആലയം അടിച്ച് നിലംപരിചാക്കി. അതിനെ അടിമുടി തകർത്ത് കളഞ്ഞു. എല്ലാ തരത്തിലും നിരാസം ശക്തിപ്പെട്ടു, തിരസ്കരണം ശക്തിപ്പെട്ടു. അങ്ങനെ അടിമയായി ഇസ്രായേൽ മക്കൾ പോയ കൂടെ ചെന്നുപെട്ട ഒരു പ്രവാചകന്റെ പേരാണ് എസെക്കിയേൽ. ദാനിയേലിനെയൊക്കെ നിങ്ങൾക്കറിയാം. ഇനി എസെക്കിയേലിലേക്ക് വരാം. എസെക്കിയേലേ ഒരു വിചിത്ര ദർശനം കാണുകയാണ്. ഒരു വിചിത്ര ദർശനം. അതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതെന്താണെന്ന് പറയാം. 10-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ദൈവദാസനെ. വാക്യം 10. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ ഏനെഗ്ലൈ വരെ മീൻപിടുത്തക്കാർ നിന്ന് വല വീശും. കേൾക്കണം. 2 സ്ഥലങ്ങളുടെ പേര് പറയല്ലേ? ഏൻഗതി ആൻഡ് ഏനെഗ്ലൈ. ഇത് ഇന്ന് ചാവുകടൽ എന്ന് വിളിക്കുന്ന സ്ഥലത്തിന്റെ 2 അതിരുകളാണ്. ചാവുകടൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി ഒരു വിശദീകരണം പറയാം. ചാവുകടൽ എങ്ങനെ ഉണ്ടായെന്നറിയണ്ടേ? ഒരിക്കലേ യഹോവയുടെ തോട്ടം പോലെ, ഏദൻ പോലെ മനോഹരമായിരുന്ന സോദോം, ഗൊമേറ, ആത്മ, സെബോയ് എന്നറിയപ്പെടുന്ന പട്ടണങ്ങൾ. ഈ പട്ടണങ്ങളിൽ സ്വവർഗരതി എന്ന പാപം ശക്തിപ്പെട്ടപ്പോൾ മുന്നറിയിപ്പുമായി വന്ന ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ദൂതന്മാർ പലയാവർത്തി കൊടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചപ്പോൾ ദൈവം ലോത്തിനെയും കുടുംബത്തെയും കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. ദൈവം പൂർണ്ണ രക്ഷയാ വെച്ച, പക്ഷെ അവർക്കത് പൂർണ്ണമായി കിട്ടിയില്ല, അനുസരിച്ചില്ല. ഇങ്ങനെ തകർന്നുപോയി. അന്ന് ആകാശത്ത് നിന്ന് ഗന്ധക മഴ പെയ്ത് ആ നാടിനെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. ഇതാ ബൈബിള് തരുന്ന വിശദീകരണം. ഇതൊക്കെ കേട്ടിട്ട് ദൈവം ഇങ്ങനെ ഗന്ധക മഴ പെയ്യിക്കുമോ? അതൊക്കെ വെറും തട്ടിപ്പല്ലേക്ക് എന്ന് പറയുന്ന ആധുനിക ചിന്തകന്മാരോട് ഞങ്ങൾ പറയാം, പോയി ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് കാണണം. അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകൾ കാണാം. അതിലൊന്ന് ചാവുകടൽ വാസ്തവത്തിൽ കടലല്ല, പിന്നെന്താ? തടാകം. യഥാർത്ഥ സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടിയെങ്കിലും താഴെ കിടക്കുന്ന സ്ഥലം. കടലിൽ നിന്ന് 1000 അടി താഴെ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചോ. നമ്മൾ കൈക്ക് ഇങ്ങനെ അളക്കുന്ന ഒരു ചാണാണ് സത്യത്തിൽ. ഇങ്ങനെ ചാണല്ല, ഇതാണ് 1 അടി എന്ന് പറയുന്നത്. ഇത്തരം 1000 അടി. ഈ തൂണൊരു 10 അടി കാണും, 12 അടി കാണും. അങ്ങനെയെങ്കിൽ 1000 അടി താഴെ നമ്മുടെ കോഴിക്കോട് കടൽത്തീരം വഴി യാത്ര ചെയ്താൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. കടലപ്പോൾ ഉയർന്നും കിടക്കുന്നു, റോഡ് താണും കിടക്കുന്നു. കാരണം കടലിനേക്കാൾ താഴെയാണ് സ്ഥലം. എറണാകുളം ജില്ല 1/2 അടിയോ 1 അടിയോ കണ്ട് താഴെയാണ് കടലിനേക്കാൾ. അപ്പൊ ഇടുക്കി 600 അടി ഉയരത്തിലാണ് ഇടുക്കി ജില്ല. അപ്പൊ സമുദ്രനിരപ്പ് എല്ലായിടത്തും ഒരുപോലെയാണ്. ആ കടലിൽ നിന്ന് ഏകദേശം 1000-ഓളം അടി താഴെ കിടക്കുന്ന ഭൂപ്രദേശം. ഇവിടുത്തെ വെള്ളം എവിടെ നിന്നാന്നറിയണ്ടേ? ഇസ്രയേലിലെ ഗലീലിയ തടാകമുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലെ ഗലീലിയ തടാകം 3.5 മൈൽ വീതി, 14.5 മൈൽ നീളമുള്ള ഒരു ശുദ്ധജല തടാകം. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. ഈ പാലസ്തീൻ ഇസ്രയേൽ സംഘടനയൊക്കെ നടക്കുമ്പോൾ നമ്മൾ പത്രമൊക്കെ വായിച്ചിട്ട് ഇവിടുത്തെ ചാനലുകാരൊക്കെ വൈകിട്ടിരുന്ന് പറയുന്നതൊക്കെ പൊമ്പര വിഡിത്തം. വിഡിത്തത്തിന് വേറൊരു പേര് പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇവർക്കിതൊന്നും അറിയില്ല. വൈകിട്ടിരുന്ന് വർത്തമാനം പറയുക. പ്രിയപ്പെട്ടവരെ, ഈ പാലസ്തീന് വെള്ളം കിട്ടുന്നത് ഇസ്രയേലിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇതാ മിഡിൽ ഈസ്റ്റിലെ ശുദ്ധജല വെള്ളം, ശുദ്ധജല തടാകം. ഇവിടെ ഒരു പ്രത്യേകതയല്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നൊക്കെ ചോദിച്ച് യേശു പറയണ്ട. പ്രതിസന്ധിയൊക്കെ പറഞ്ഞപ്പോൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ 153 മത്സ്യങ്ങൾ. ഈ തടാകം ഇത്ര ചെറുതാണെങ്കിൽ
ഈ 153 മത്സ്യങ്ങൾ 153 വെറൈറ്റിയാണ്. 153 വ്യത്യസ്ത മത്സ്യങ്ങളാണ്. സ്പീഷീസിൽ പെട്ടതാണ്. ജനറ്റിക്കലി വ്യത്യാസം ഉണ്ടെന്നാണ് ഇത്രയും മീനുകളെയാണ് കിട്ടുക. അതൊരു സത്യം. അതുവഴിയൊക്കെ ഇന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഗ്ലാസ് ബോട്ടിൽ ഒരു യാത്രയുണ്ട്. ഗ്ലാസ്സാണ് ആ ബോട്ട് കൊണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഈ മത്സ്യങ്ങളെ കാണാം. എന്തെല്ലാം നിറങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങൾ. ചെറിയൊരു ശുദ്ധടാകം. യാത്ര പോകുന്ന ആളുകൾക്ക് ഈ ഗലീലിയ തടാകത്തിന്റെ കരയിലെ ഹോട്ടലുകളിൽ ഒരു ഊണുണ്ട്. നടന്ന് ക്ഷീണിച്ചെന്ന് മലയാളി ഊണിനിരിക്കുമ്പോൾ നമ്മുടെ ഊണ് തന്നെ ഒരു കലാപ്രകടനമാണ്. ഞാനിരിക്കട്ടെ ഒരു സായിപ്പിന് പരിഭാഷപ്പെടുത്താൻ ഇതേമായിട്ട് ഇങ്ങനെ കൂടെ നടക്കുക. ഓത്തോശാല ഒരു ഹോട്ടലിൽ കയറി, സാധാ ഹോട്ടലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പിടിച്ച് പഴമൊക്കെ ഇട്ട് ഞെരുടി ഇങ്ങനെ ഒരു പായസമൊക്കെ കുടിക്കുമ്പോൾ അദ്ദേഹം വൈ യുവർ പീപ്പിൾസ് ആർ പ്ലേയിങ് വിത്ത് ഫുഡ്. എന്താതെ നിങ്ങളെല്ലാം ഈ ഭക്ഷണം വെച്ച് കളിക്കുന്നത് എന്തിനാണ്? ആളുകളെല്ലാം ഈ ഫുഡ് വെച്ച് ഇങ്ങനെ ഞെരുടി പുള്ളിക്ക് ഓക്കാനും വരുന്നുണ്ട് ഈ പണി കണ്ടിട്ട്. കാരണം എന്താ, അവരാ ഭക്ഷണം കഴിക്കുന്ന രീതി. നമ്മളിതും വായിലിട്ടുണ്ട് ലോകരാഷ്ട്രീയവും വിടുതലും എല്ലാം സംസാരിക്കും. അവർക്ക് അറപ്പ് പറ്റുന്നത് കേട്ട അടുത്ത് നമ്മുടെ അടുത്തൊന്നും കഴിക്കില്ല. കാരണം എന്താ, അതൊന്നും ടേബിൾ മാനറല്ല. അപ്പോൾ ഈ നടന്ന് യാത്ര ചെയ്ത് നമുക്ക് ഈ ചോറെല്ലാം കൊണ്ട് വെക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഇവനെ അങ്ങ് അടിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ എടുത്തിട്ട് അവർ മത്സ്യം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയും നിങ്ങളെല്ലാം ഇപ്പോൾ കഴിക്കരുത്, കാരണം പുറകെ വരുന്നുണ്ട്, മെയിൻ മെനു വരുന്നുണ്ട്. അല്പം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ സിലോപ്പിയ മീനിനെ ആസ്വദിപ്പിക്കും വിധമുള്ളൊരു വലിയ മത്സ്യം ഒരു ഡിഷ് നിറച്ചുണ്ട്. നമ്മളത് കഴിക്കാൻ നോക്കിയാൽ പറ്റില്ല. കാരണം ഒന്നാം അതിൻ്റെ വലിപ്പം, രണ്ടാതിൻ്റെ കണ്ണും ചെതുമ്പലും വാലും എല്ലാം അതുപോലെ ഇരിക്കുകയാണ്. കളറൊക്കെ വെളുത്ത്. നമ്മളിതിനകത്ത് അമക്കി പിടിച്ചില്ലെങ്കിൽ ഇവൻ വീണ്ടും ഗലീലക്കടലിൽ പോയി ചാടും. ഒരു നാരങ്ങ മുറിച്ച് വെക്കും. ഏതാണ്ടൊക്കെ കുറേ സ്പൈസസ് ഉണ്ട്. അപ്പോൾ നമ്മളീ കൂടെ വന്ന യാത്രക്കാരോട് പറയും, ഒരു ടേബിൾ മാനറിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവച്ചതില്ല, ഒരല്പം കഴിക്കും. ആ നൈഫൊക്കെ ഉണ്ട്. ഒരു പീസ് പെട്ടി കഴിക്കുന്നവൻ പോളിങ് അങ്ങ് തുടങ്ങുകയാണ്. അത്ര ടേസ്റ്റാണ്. അവൻ്റെ പേരാണ് പീറ്റർ ഫിഷ്. പത്രോസിൻ്റെ മത്സ്യം. ചൂണ്ടലിട്ട് പിടിച്ചു കൊണ്ടുവന്ന് തനിക്കും യേശുവിനും നികുതിപ്പണം അടച്ചില്ലേ, ചതുർദ്രഹ്മപ്പണം. ദറംസ്, അറബിയുടെ നാട്ടിലെ നാണയം പോലും ബൈബിളിൽ നിന്ന് പോയ സാധനമാണ് ദറംസ്, ചതുർദ്രഹ്മ. അതുകൊണ്ട് ടാക്സ് അടച്ചില്ലേ ആ മത്സ്യം. അതിൻ്റെ പണി കേൾക്കണം. നമ്മൾ ഈ കുമരകത്തൊക്കെ പോകുന്നതല്ല. നമ്മൾ ഈ ബോട്ടേ കയറാൻ ബോട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ കുമരകത്ത് നമുക്ക് ഒന്നാം തരം കുമരകം കരിമീൻ എന്ന് പറഞ്ഞ് വരുന്നവൻ ഫിലോപ്പിയ വേഷം മാറിയതാ. മനസ്സിലായില്ലേ? വേഷം മാറിയ സിലോപ്പിയ ഇട്ടിട്ടാ നമ്മൾ പറയുന്നത് കുമരകം കരിമീൻ. പിന്നെ പേരിനോട് നീതി പുലർത്താൻ മീനൊരൽപ്പം കരിക്കും, കരിമീനാവുമല്ലോ. ഇതാണ് സംഭവം. അവിടെ പറ്റിക്കലൊന്നുമില്ല. ഒറിജിനൽ പീറ്റർ ഫിഷ്. 10,000-കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസം വിളമ്പിയിട്ടും ഈ ചെറിയ കടലിൽ ഒരു കുറവുമില്ല. തമ്പുരാൻ കൊടുത്തു തുടങ്ങിയാൽ അങ്ങനെയാണ്, ദൈവം തന്നു തുടങ്ങിയാൽ അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തമ്പുരാൻ തന്നപ്പോഴല്ലേ കഷ്ടപ്പാട് മാറിയേ? തമ്പുരാൻ തന്നപ്പോഴല്ലേ ദാരിദ്ര്യം മാറി? തമ്പുരാൻ തന്നപ്പോഴല്ലേ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ? ഹല്ലേലൂയ. അപ്പോഴേ ഈ വെള്ളം ഇങ്ങനെ മലയടിവാരത്തിൽ കെട്ടിക്കിടന്നിട്ട് ഒരു ചെറിയ ഓവുചാലുണ്ട്. ഈ ഓവുചാലിലൂടെ മത്സ്യം പത്രോസിന്റെ ചൂണ്ടയ്ക്ക് പിടി കൊടുക്കാതെ ചാടും. പത്രോസ് ചൂണ്ടയിടും, വലയിടും. ചില മത്സ്യങ്ങൾ വെട്ടിച്ചൊരു ചാട്ടവാ, അങ്ങോട്ട് പോകാനൊക്കത്തില്ല. അവിടെ ചുഴികളായി വള്ളം വലിച്ചടിക്കും. അതുകൊണ്ട് ഇവിടെ വരെ നിന്ന് മീൻ പിടിക്കും. കാരണം ഈ വെള്ളം ഇങ്ങനെ കൂടിയിട്ട് ചെറിയ പാതയിലൂടെ ഒഴുകുന്നത് കൊണ്ട് അടിയൊടുക്ക് ശക്തമാണ്. അറിയാതിരിക്കുന്ന ഘട്ടത്തിൽ സുനാമി തിരകൾ പോലെ ഗംഭീര തിരകൾ വരും. ഇതാണ് കർത്താവ് ശാസിച്ച ആ തിരകൾ. ആളുകൾ ഭയന്നു, ഇവിടെ പിശാചുക്കളുണ്ടെന്ന്.
പണ്ട് പണ്ട് മരിച്ചുപോയ മനുഷ്യരുടെ പ്രേതാത്മാക്കൾ ഈ ചുഴികളിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ തിരകൾക്ക് മീതെ നടന്നു വന്നു യേശു. ഏത് ഭയത്തിന്റെയും മീതെ ജയമെടുത്തു വരാൻ കഴിയുന്ന നസ്രായന്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. ഭയപ്പെടുത്തുന്ന ശക്തിയെ നോക്കിയിട്ട് ഭക്തൻ പറയണം, ഇതാ ഭയമില്ലാത്തവൻ, ഒന്നിനും വഴിമാറാത്തവൻ, എവിടെയും കീഴടങ്ങാത്തവൻ, പ്രകൃതി ശക്തികളെ ഭയമില്ലാത്തവൻ, ആയുധത്തെ ഭയമില്ലാത്തവൻ, യുദ്ധത്തെ ഭയമില്ലാത്തവൻ, ഇടിമുഴക്കത്തെ ഭയമില്ലാത്തവൻ. ഇന്ന് രാത്രി നമ്മുടെ രക്ഷകനായി, കർത്താവായി, സർവശക്തനായി, ജനനായകനായി കൂടെയുണ്ടെങ്കിൽ അവനെ ഉയർത്തിക്കൊണ്ട് ഉലകത്തോട് നമുക്ക് വിളിച്ചു പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം യേശു ക്രിസ്തുവിന്റെ നാമം. അവിടുന്നൊരു വരവ്. ഇതേ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ലല്ലോ അല്ലേ? ആഴത്തിൽ നീക്കി വല വീശാൻ. ആ വീശത് എവിടെയാണെന്നറിയണ്ടേ? പത്രോസിന്റെ പൂർവികരൊക്കെ പോയി പെട്ടുപോയ, മരിച്ചുപോയ, ചുഴികളിൽ അകപ്പെട്ടു പോയ, ഭയം ജനിക്കുന്ന സ്ഥലത്തേക്ക് യേശു ചൂണ്ടിട്ട് പറയാം, കുഞ്ഞേതെന്റെ ഇവിടാ നിന്റെ അനുഗ്രഹം. പലയിടത്ത് പരാജയപ്പെട്ടിടത്ത് പൂർവികന്മാരെ തോൽപ്പിച്ചു കളഞ്ഞ മണ്ഡലത്തിൽ ആർക്കും കിട്ടാത്ത നന്മകൾ ഭക്തന് കരുതി വെച്ചപ്പോൾ പൗലോസ് പറയുക, നാദാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അനവധി നാൾ പ്രാർത്ഥിച്ചു, ജാഗരിച്ചു, കഷ്ടപ്പെട്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വലയിറക്കും. എനിക്ക് നിന്റെ വാക്ക് വിശ്വാസമാ, നിന്റെ വാക്കാണ് എന്റെ ആധാരം, നിന്റെ വാക്കെന്റെ വാഗ്ദത്തമാ, നിന്റെ വാക്കെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ആഴത്തിൽ നീക്കി വലയിറക്കിയപ്പോൾ പെരുത്ത മീൻ കൂട്ടം. പക്ഷെ ഒരു കാര്യം കൂടെ കണ്ടു, വല കീറാറായിരുന്നു. എന്താ കാര്യം? തമ്പുരാൻ അനുഗ്രഹിച്ചു തുടങ്ങിയാലേ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ ദുർബലമായ വലക്കില്ല. വല ശരിയാക്കിക്കൊള്ളണം എല്ലാവരും, അത് വൃത്തിയാക്കിക്കൊള്ളണം എല്ലാവരും. മീൻകൂട്ടങ്ങൾ കടന്നു വരുമ്പോൾ വല ദുർബലമാകാൻ പാടില്ല. അധ്വാനം തകർന്നു പോകാൻ ഇടവരരുത്. പ്രാർത്ഥന സജ്ജീകരിച്ചിരിക്കണം. അതിന്റെ ഓരോ ഇഴകളും അത് കൃത്യമായി രൂപപ്പെടുത്തിയിരിക്കണം. ഒരു വിടവുമില്ലാത്ത വിധത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവിധ ജീവിതത്തെ സജ്ജീകരിക്കാൻ ഇന്ന് രാത്രി ദൈവം കൃപ നൽകട്ടെ. വെട്ടിച്ച് ചാടി ചില മത്സ്യങ്ങൾ പോകുന്ന വഴിക്ക് പറയാൻ തുടങ്ങി, നല്ല വിടുതല, സന്തോഷം. ഇവരൊഴുകി പോകുന്ന ഈ ചില ശേഖരമുണ്ടല്ലോ, അതിനൊരു പേരുണ്ട് യോർദാൻ. അത് നിങ്ങൾക്കറിയില്ലേ? യോർദാൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇന്നൊരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് അല്ലേ, യോർദാൻ. ഇത് നേരെ ചെന്ന് ചാവുകടലിൽ പതിക്കും. അല്ലെങ്കിൽ ഇത് പോയാണ് ചാവുകടലാകുന്നത്. അപ്പൊ ചാവുകടലിൽ ഓൾറെഡി കുറെ മിനറൽസ് ഉണ്ട്, ഗന്ധകം, മറ്റു പല സാധനങ്ങളുണ്ട്, കാർബൺ മിശ്രിതം. അതൊക്കെ വലിയ പ്രശ്നമാണ്. ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. പത്രോസിന്റെ വല വെട്ടിച്ചു പോയ മത്സ്യങ്ങൾ ചെന്ന് ചാവുകടലിലേക്ക് ചാടുകയും ചാവുകടലിൽ കാല് മടക്കിയ ഒരു അടിയായിരിക്കും. ചാവുകടലിന് കാലുണ്ടോ ഇല്ലെന്ന് അതിൻ്റെ തിരക്ക് ഞാനിട്ടൊരു പേരാ, ഒരൊറ്റ അടി. മത്സ്യം തെറിച്ച് കടക്കി വീഴും. ഒരു 5-6 ചാട്ടം ചാടും. ദൂരെ നിന്ന് നോക്കുന്ന കണ്ടാൽ അത് പ്രൈസ് ആൻഡ് വർഷിപ്പാണ് നമുക്ക് തോന്നും. പക്ഷെ തീരാൻ തുടങ്ങുന്ന രംഗമാക്കണ്ടേ. സ്തോത്രം. ഞാൻ പാസ്വേഡും പറയാമല്ലോ. ഞാൻ മിക്കവാറും യോഗങ്ങളിൽ പാട്ട് കഴിഞ്ഞേ ചൊല്ലുള്ളൂ. പിണക്കമുണ്ടായിട്ടല്ല, ഈ പാട്ടുകാരുടെ ഒരു പ്രസംഗം ഉണ്ട്, അത് ചെയ്യാൻ പറ്റില്ല. പാടാൻ വിളിച്ചവർ ആ നേരം കൊടുത്ത് പാട്ടങ്ങ് പാടിക്കോ. ദാ വിടുതൽ വരുന്നു, ഇപ്പൊ വ്യാപരിക്കും, ഏതാണ്ട് എന്തോ നടക്കുന്നു ഈ പറയുന്നേ. അത് നടന്നോട്ടെ. ആ നേരം കൊടുത്ത് നല്ല പാട്ട് പാടി അത് ആസ്വദിക്കാൻ മനുഷ്യരിക്കല്ലേ അല്ലേ? ആ, വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു. ഇത് കേട്ട് മടുക്കുക. പാട്ടൊന്ന് ആസ്വദിക്കാനാണ് നമ്മൾ വരുന്നത്, ഇത് കേൾക്കാനാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ വരുന്ന കണ്ടിട്ടില്ല. ഈ ഏകാഗ്രതകളെ ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഈ ചാവുകടലിൽ കരയ്ക്ക് ഓട്ടടിക്കും. ജീവനുള്ള ഒന്നിനെയും ചാവുകടലിൽ വേണ്ട. അതിനുള്ളിൽ അണുക്കളൊന്നും ഒരു തരം ജീവിയില്ല. ഏകകോശ ജീവിയില്ല, ബഹുകോശ ജീവിയില്ല, ഒന്നുമില്ല. ഇതിൻ്റെ കരയിൽ ഒരു തരം ചെടി നിൽപ്പുണ്ട്.
ഈ ചെടിയിൽ നല്ല ആകർഷണീയമായ ഒരു പഴവും നിൽപ്പുണ്ട്. ഒരു കായ ആരെയും ആകർഷിക്കും. നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാം. പറിച്ചു നോക്കി അതങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചന്ദനത്തിരിയുടെ ആവി പോലെ എന്തോ ഒന്ന് പറന്നു പോകുന്ന കാണാം. പിന്നെ ഒന്നും ചെയ്യാം. ഇതാണ് കരയ്ക്ക് നിൽക്കുന്ന ആകപ്പാടെയുള്ള. അപ്പോൾ ഫലവൃക്ഷമില്ല, ഗുണം വരുന്നതൊന്നുമില്ല, ആകപ്പാടെ വെള്ളമുണ്ട്. അതിനൊരു പ്രശ്നം, നമ്മൾ ചാടിയാൽ പൊങ്ങിക്കിടക്കും, താഴത്തില്ല, ഡെൻസിറ്റി അത് കൂടുതലാണ്, ഇങ്ങനെ തള്ളും. എന്നാലും നമ്മൾ ഓർക്കുക, ഒന്ന് ബലം പിടിച്ച് മുങ്ങിയേക്കാം. മലയാളിയല്ലേ, ചെയ്യാതിരിക്കുമോ? ബലം പിടിച്ച് മുങ്ങിയാലൊരു ഗുണമുണ്ട്, പിന്നെ പൊങ്ങാൻ പാടാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കണം. അതിനെ നീന്താനൊക്കെ ആൾ നിൽപ്പുണ്ട്, അന്ന് പിടിക്കാം. കണ്ണൊക്കെ നീറും, ചെറിയ മുറിവുകളൊക്കെ നമ്മൾ ഷേവ് ചെയ്ത പാടൊക്കെ ഇല്ല, അവിടെയൊക്കെ നീറാൻ തുടങ്ങും, ഭയങ്കര നീറ്റിലാണ്. ഈ കുളിയും ചാട്ടമൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് കയറുമ്പോഴേക്കും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരമൊക്കെ ഈ മത്തി കണക്കാവും. ഒരു ചേരപ്പാമ്പിൻ്റെ ശരീരം പോലെ നല്ല ഗ്ലേസിങ്, ഒരു വഴുവഴുപ്പ്. പേടിക്കേണ്ട, സർക്കാർ തൊട്ടപ്പുറത്ത് നല്ല ശുദ്ധജല പൈപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ കയറി കുളിച്ചല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ചാവുകടൽ ശാപസമൃദ്ധി വന്ന് കെട്ടടങ്ങി കിടക്കുന്ന ഇടം. ചാവുകടലെ വെള്ളം വന്ന് എവിടുന്ന്? ഗലീലയിൽ നിന്ന്. ലോകത്തിലെ തന്നെ മനോഹരമായ തെളിനീരുറവ വന്ന് തീർന്നു. അങ്ങനെ ശാപക്കടലായിട്ട്. ചില തുടക്കങ്ങൾ അങ്ങനെയാണല്ലേ, ഗംഭീര തുടക്കം. ചെന്നു ചാടുന്ന ചാവക്കടലിന്റെ ആഴം, രക്ഷയില്ലാത്ത ഇടം, ജീവനില്ലാത്ത ഇടം. നമുക്കൊപ്പമൊക്കെ ഇറങ്ങിത്തിരിച്ച പലരും ഇന്ന് ഈ മണ്ഡലത്തിലില്ല. ഒരിക്കലും മഹാരഥൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ദേവാടി പരനേ, നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്. എന്തൊരു ആനന്ദമാണ്. ഒടുക്കം പുള്ളി പറഞ്ഞാൽ പരൻ ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ് ബൈ, കാണാം. നമുക്കെല്ലാ മഹാരഥന്മാരെ എല്ലാവരോടും ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ആരാധിക്കുന്ന ഒരുവനെ മാത്രം ഏകസത്യ. അപ്പോഴേ ചാവുകടലും പരിസര പ്രദേശങ്ങളും നിങ്ങൾ കാണണം. ഇതിന്റെ രണ്ട് അതിരുകളാണ് ഗതിയും എഗ്ലയീമും. പക്ഷെ പ്രവാചകൻ പറയണേ, ഇതിന്റെ തീരത്ത് ഏൻഗതി മുതൽ ഏനഗ്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. അല്ലേ രസക്ക്? അങ്ങെന്താ പറഞ്ഞേ? മത്സ്യം പോയിട്ടേ ഒരു തവളക്കുഞ്ഞു പോലും വളരാത്ത, ഒരു അമീബയ്ക്ക് പോലും ജീവിച്ചിരിക്കാൻ കഴിയാത്ത ഈ ജലാശയത്തിൽ മീൻ പിടിക്കാരെന്തിന് വല വീശണം? അതാണ് കാഴ്ചയുടെ ശക്തി. ഇതിന്റെ പേരാണ് ദർശനം. ആർക്കും സാധിക്കാത്തതിനെ സാധിച്ചു തരുന്നവന്റെ വാഗ്ദത്തത്തിന്റെ പേരാണ് ദർശനം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്ക് പറയുന്നു, അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം ഇനി വരും. ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കണം. ഈ നദിക്ക്, ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിക്കൊണ്ടേ ഈ അവസ്ഥാവിശേഷങ്ങളെ പാടെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക ഇടപെടൽ പ്രവാചകൻ സ്വപ്നം കണ്ടെങ്കിൽ ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് എത്തിയത്. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? ഈ വെള്ളത്തിൽ എവിടെ മീൻ പിടിക്കും? ഈ വെള്ളം കൊള്ളൂലാന്ന്. കാരണം ശുദ്ധജലമാകുന്ന ഗലീലിയായിലെ വെള്ളം കൊണ്ടുവന്ന് ചാവുകടലിൽ തള്ളിയ കുറ്റം ചുമത്തി നമ്മൾ ആ നദിക്ക് പേരിട്ടു മരണമെന്നർത്ഥമുള്ള യോർദാൻ. മനസ്സിലായോ? ഹല്ലേലൂയ. സത്യത്തിൽ യോർദാന്റെ അങ്ങും ഇങ്ങും കരയെ വ്യാപരിച്ചു കിടക്കുന്ന വിശാല ഭൂമികയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്നത്, അല്ലേ? പാലസ്തീൻ ഒരു സ്ഥലം പോലും ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ബൈബിളിൽ കിടക്കുന്നോ? ഇന്നും പത്രത്തിൽ കിടക്കുന്നതോ? അത് വെറുതെ ഇരിക്കുന്നതാണോ?
വെറുതെ എഴുതിയിരിക്കുന്ന ബൈബിള് വെറുതെ എഴുതി ആണെന്ന് തമാശക്ക് എഴുതണം അല്ലല്ല. പിന്നെന്തിനാ പറയാം. ഇസ്രയേൽ എന്ന രാജ്യം ഒരിക്കൽ റോമക്കാർ ഭരിച്ചപ്പോൾ അവർക്ക് ഇസ്രയേൽ മക്കളെ അധിക്ഷേപിക്കാൻ, ഇസ്രയേൽ എന്ന രാജ്യത്തെ വിളിക്കാനുള്ള മടി കൊണ്ട് അവരുടെ ശത്രുക്കളായ ഫെലിസ്ത്യരുടെ പേര് ഇട്ടു വിളിച്ചു. ദ ലാൻഡ് ഓഫ് ഫെലിസ്ത്യൻസ്. അതാണ് പാലസ്തീനിയ ആയത്. അപ്പൊ പുതിയ നിയമകാലം റോമക്കാരനാണ് അവിടെ ഭരിക്കുന്നത്. നമ്മുടെ കോഴിക്കോടിനെ സാഹിബ് കാലിക്കട്ടെന്ന് വിളിച്ചില്ലേ? അത് വന്നാ ഉഴങ്ങാത്തോണ്ടാ. തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം എന്ന് സാഹിബ് വിളിച്ചില്ലേ? ഇതുപോലെ റോമൻ സർവാധിപത്യത്തിൽ ഇസ്രായേൽ കഴിയും കാലത്ത് ആ നാടിനെ റോമക്കാരൻ വിളിച്ച പേരാണ് പാലസ്തീനിയ. ബൈബിളിൽ പൊതുനിയമത്തിൽ മാത്രം അതുകൊണ്ട് പാലസ്തീനിയ എന്ന് കാണുന്നു. അത് ഉപയോഗത്തിൽ വന്നു. അപ്പൊ പാലസ്തീനികളോ അതാരാണ്? പറയാം. AD 70 ഈ ദേവാലയം മൂന്നാം ഘട്ടം നിർമ്മിച്ച ദേവാലയവും തകർന്നുപോയി. ഞാൻ പറഞ്ഞു, സോളമൻ ദ ഗ്രേറ്റ് പണിത ദേവാലയം നെബൂഖദ്നേസർ പൊളിച്ചു. തൽസ്ഥാനത്ത് സെരുബ്ബാബേൽ ഒരു ദേവാലയം പണിതു. അത് കാലഹരണപ്പെട്ടപ്പോൾ ആ ദേവാലയം ഹെരോദ പുതുക്കി പണിതു. ആ ദേവാലയം യേശുവിന്റെ ശാപമേറ്റു വാങ്ങിക്കൊണ്ട് കള്ളന്മാരുടെ ഗുഹ എന്ന പേര് കിട്ടി. ആ ദേവാലയം AD 70 ടൈറ്റസ് കൈസർ തകർത്തു. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ അത് പണിതിട്ടില്ല. മനസ്സിലായോ? അത് പണിയെന്നൊക്കെയാണ് എസ്കറ്റോളിൽ പ്രസംഗിക്കുന്ന സാധാരണ ആളുകൾ പറയുന്നത്. ഞാനങ്ങനെ പറയാറില്ല. എനിക്കങ്ങനൊരു വിശ്വാസവും ഇല്ല. അതവിടെ പണിയുന്നു. കാരണം പൊളിച്ചത് യേശു ആണെങ്കിൽ അത്ര ഈസി ആയിട്ട് പണിയാൻ പറ്റിയ ഒരു എതിർ ക്രിസ്തുവും ലോകത്തില്ല. മനസ്സിലാകുന്നില്ല? പൊളിച്ചതാരാ? എടാ, യേശു തകർത്തിട്ടത് പണിയാൻ തൻ്റെ ഇടമുള്ളതെന്ന് പണി. മാത്രമല്ലേ, ഈ പള്ളി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവിടെ പുരോഹിതം വേണ്ടേ? പുരോഹിതൻ എങ്ങനെ ഉണ്ടാവും? പുരോഹിതനെ മറ്റൊരു പുരോഹിതൻ വാഴിക്കണം. തലേ കൈവച്ച് എവിടെ തുടങ്ങണം? ഏരോണിക് പ്രീസ്റ്റ്ഹുഡ്. അഹരോന്റെ കൈവെപ്പ് കിട്ടി. അത് ഇടയ്ക്ക് വെച്ചങ്ങ് മുറിഞ്ഞുപോയി. 186ാമത് പുരോഹിതൻ AD 70 ദേവാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദേവാലയം തകർന്നു. അതോടെ പൗരോഹിത്യത്തിനും തകർച്ച വന്നു. പൂർണ്ണ അക്ഷരാർത്ഥത്തിലും തകർന്നു. പുരോഹിതന്മാരില്ല. ലേവി ഗോത്രക്കാരെയൊക്കെ കണ്ടുപിടിച്ചു, DNA ടെസ്റ്റ് വഴിയൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ പുരോഹിതനെ വാഴിക്കാൻ മറ്റൊരു പുരോഹിതൻ വേണ്ടേ? അതിന്റെ അവസാന സാധ്യതയും നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. ഏതൊരാളെയും പുരോഹിതനാക്കുന്ന ആളുകൾ ഈ തിരുവല്ലയിലൊക്കെ ഉണ്ടാകും. മനസ്സിലായില്ലേ? അതെന്തേണ്ട ഒരു പരിപാടി. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും വിളിച്ച് കൈവച്ചൊരു പുരോഹിതനെ ആക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ റൈറ്റുള്ളവരുണ്ടും കാലയുവനികയ്ക്കുള്ളിൽ ഇല്ല, അങ്ങനെയല്ല, കാലം ചെയ്തു പോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുരോഹിതനെ വാഴിക്കണ്ടേ? എങ്ങനെ പറ്റും? അപ്പോൾ പിന്നെ എതിർ ക്രിസ്തു കയറിയിരിക്കുന്നത് എവിടെ? അതൊക്കെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അതവിടെ കിടക്കട്ടെ, ഞാൻ പുതിയൊരു വിവാദം ഉണ്ടാക്കുന്നില്ല. ആ സ്ഥലം ഒന്ന് പരിശോധിക്കണം. ഈ സ്ഥലം ഇന്ന് നിങ്ങൾ എന്ത് കാണണം? AD 70 തകർന്നു. 126 സകല യഹൂദനും നാട്ടിൽ നിന്ന് പലായനം ചെയ്തു. യഹൂദനില്ലാത്തൊരു ലോകം. കാലം കുറെ കഴിഞ്ഞപ്പോൾ യെരൂശലേം ക്രൈസ്തവരുടെ കയ്യിലായി. ക്രൈസ്തവാധിപത്യമായി. ക്രൈസ്തവ സഭ ശക്തിപ്പെട്ട് ഏതാണ്ട് 600-700 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അപജയമുണ്ടായി, ഒരു തകർച്ച.
ആദ്യത്തെ 300 കൊല്ലങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ സുവർണ കാലമായിരുന്നു. 300 കൊല്ലം 300 കൊല്ലം ഒരുത്തനും പിടിച്ചു ബന്ധിക്കാനാവാത്ത മഹത്തര ശക്തിയായി ഇത് വളർന്നു. അതേ, നിരോധിക്കപ്പെട്ട മാർഗമായിരുന്നു യേശുവിന്റെ മാർഗം. ഇന്നിപ്പോൾ കരോളുകാരെ, കരോൾ സംഘങ്ങളെ വഴിതടയുകയും ആഘോഷിക്കുന്നവരെ പുൽക്കൂട് തീർക്കുകയൊക്കെ ചെയ്യുന്നത് ചെറിയ കുറ്റമാണെങ്കിൽ അതൊന്നും ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കാത്തതിന് കാരണമുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, യേശു പണ്ടേ പഠിപ്പിച്ചിരുന്നു ഇത്തരം ഒരു കാലം വരും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഒരു മറുവശം പഠിക്കണം. 1-ാം നൂറ്റാണ്ടിലെ സ്ഥിതി ഇതായിരുന്നില്ല. യേശുവിനെ ആരാധിക്കുന്ന അനുഗാമികളുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ ബൃഹത്തായിരുന്നു. ഇതിൽ കുറ്റം കേൾക്കണം. അപ്പവീഞ്ഞുകൾ വെച്ചിട്ട് പുരോഹിതൻ പറയും, പാസ്റ്റർ പറയും, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ഈ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ കാൽവറി മരണത്തോടെ ഏകീഭവിക്കാൻ യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട തിരുവേശയുടെ അനുഷ്ഠാനം പ്രതീകാത്മകമായി നിർവഹിക്കുന്നത് കേട്ടിട്ട് റോമൻ ഭരണകൂടം അന്നത്തെ ക്രൈസ്തവ സഭയിലെ ആളുകളെ വിളിച്ചു, ക്രിസ്ത്യൻസ് ആർ പ്രാക്ടീസിങ് കാനിബോളിസം. ക്രിസ്ത്യാനികൾ നരമാംസം ഭക്ഷിക്കുന്നു, മനുഷ്യമാംസം ഭക്ഷിക്കുന്നു. പുരോഹിതനെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? സംഭവം ഇന്നതാണെന്നും പറയാനുള്ള നേരം കൊടുക്കുന്നില്ല. അതിനു മുമ്പ് വെട്ടു തുടങ്ങും. വെട്ടി കൊലപ്പെടുത്തി. വിശ്വാസികളെയൊക്കെ കൊന്ന രീതികൾ ഭീകരമായിരുന്നു. കക്ക വീറ്റിയ ചുണ്ണാമ്പ് ചൂളക്കുള്ളിലേക്ക് നഗ്നരാക്കി മനുഷ്യരെ ഇറക്കി മൂക്കിക്കൊന്നു. ആഴ്ചകൾ ആഹാരം കൊടുക്കാതെ, ഇര കൊടുക്കാതെ വളർത്തുന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് ജീവനുള്ള മനുഷ്യനെ വലിച്ചെറിഞ്ഞു. റോമിൽ കൊളോസിയം എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അതൊരു തരം ഗാലറിയുള്ള വലിയ സ്റ്റേഡിയമാണ്. ഗാലറിയുടെ വഴിക്കെട്ടിൽ ആളുകൾ ഇരുന്നുകൊണ്ട് കലാപ്രകടനങ്ങൾ കാണാൻ വരും. ഇങ്ങനെയുള്ള ഇരുമ്പ് തൂണുകൾ നാട്ടിവെച്ചിട്ട് ആ ഇരുമ്പ് തൂണുകളിലേക്ക് മനുഷ്യനെ പിന്നോട്ട് കെട്ടി തൂണുകളിലും മനുഷ്യരിലും ഒരുപോലെ മെഴുകുമുക്കിയ തുണി കൊണ്ട് ചുറ്റി മുകളിൽ തീ കൊളുത്തി 100 കണക്കിന് ആളുകളെ നിർത്തിയിട്ട് ആ തീയുടെ വെളിച്ചത്തിൽ കലാപ്രകടനം ആസ്വദിച്ച കാവാലികന്മാരുടെ പേരാ റോമൻ ഭരണകൂടം. അതിക്രൂരമായി ഈർച്ച വാൾക്കൊണ്ട് കൊന്നു. യേശുവിന്റെ അനുഗാമികൾ 12 ശിഷ്യന്മാരിൽ യൂദ പോകട്ടെ ബാക്കി 10 പേരെയും അതിദാരുണമായി കൊന്നുകളഞ്ഞു. സ്വാഭാവിക മരണം യോഹന്നാനും മറ്റുള്ളവർക്കും കിട്ടിയെന്ന് വാദമുണ്ട്. പൗലോസിനെ തടിയിറക്കുന്ന വാളിനാൽ, ഈർച്ച വാളിനാൽ കൊന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ എന്നെ അത്യധികം വിഷമിപ്പിച്ചൊരു സ്ഥലം ഈജിപ്തിലുണ്ടായിരുന്നു. ഒരു ബിൽഡിങ്, അതിൻ്റെ മീതെ ഒരു ഓവൽ ഷേപ്പ്, ഒരു മുട്ട പോലൊരു ബിൽഡിങ്. അധികം പൊക്കമില്ല. നല്ല പൈസ കൊടുത്ത് വേണം അതിലേക്ക് പാസ് എടുത്ത് കയറാൻ. അപ്പോൾ എനിക്കൊരാകാംക്ഷ, ഇത്രയും പൈസ കൊടുത്തത് എടുക്കുമ്പോൾ അതിനകത്തെന്തോ ഒരു കാര്യമുണ്ടല്ലോ. പൈലറി അപ്പോഴമ്പരപ്പിക്കുന്നൊരു കാഴ്ച, ഈ ബിൽഡിങ് താഴേക്കാണ്, 3-4 നില ഭൂമിക്കടിയിലേക്കാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുറേ കന്യാസ്ത്രീകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീളത്തിൽ ഗ്ലാസ് പേടകങ്ങൾ വച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് തലയോടുകൾ. ഈ തലയോടുകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. എല്ലാ തലയോടുകളുടെയും ഉച്ചി കുടിഞ്ഞിരിക്കുകയോ അതിനുള്ളിൽ ഒരു കൂർത്ത കമ്പിറക്കി വെക്കുകയോ ചെയ്തിരിക്കുന്നു. സംഭവം എന്താണെന്നറിയണ്ടേ? 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ അനുഗാമികളായ ക്രൈസ്തവരെ ഉച്ചിയിലേക്ക് കൂർത്ത മുനയുള്ള കമ്പുകൾ അടിച്ചു കൊന്ന ആ തലയോടുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ്. കലിഗുള എന്ന ചക്രവർത്തി കൊന്നാണ്. 2-ാം നൂറ്റാണ്ടിൽ കൊന്നതാണ്. 1-2 പേരെയല്ല, കോടിക്കണക്കിന് മനുഷ്യരെ നഷ്ടപ്പെട്ട മാർഗമാണ് യേശുവിന്റെ ക്രൂശിന്റെ മാർഗം. കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാണൻ നഷ്ടപ്പെട്ടു. 3 നൂറ്റാണ്ടുകൾ ഇത് നിലനിന്നെങ്കിൽ AD 325 ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥിതി മാറി. നമുക്ക് രാജ്യവും അധികാരവും ഒക്കെ കിട്ടി. ചക്രവർത്തി പോലും ക്രിസ്ത്യാനിയായി. ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒത്തിരി അനുഗാമികൾ ക്രിസ്ത്യാനികളായി.
യാതൊരു തത്വബോധവുമില്ലാത്ത നിരവധി പേർ ഈ മാർഗത്തിന്റെ ക്വാളിറ്റി നശിപ്പിച്ചുകൊണ്ട് ഈ ചക്രവർത്തി സ്വീകരിച്ച മാർഗം ഞങ്ങളും സ്വീകരിച്ച കൊള്ളാം എന്നോർത്ത് റോമൻ പാഗൻ മതം വിട്ട് ചേക്കേറി അവരിതിന്റെ മൂല്യം കളഞ്ഞു. ഏതാണ്ട് 600, 700, 800 വർഷമൊക്കെ എത്തുമ്പോഴേക്കും ക്രൈസ്തവ സഭയുടെ രീതിയും ഭാവവും മാറി. 5 സുപ്രധാന തലസ്ഥാനങ്ങൾ ക്രൈസ്തവർക്കുണ്ടായി. ഒരു തലസ്ഥാനം റോമിലായിരുന്നു, മറ്റൊന്ന് ഇറ്റലിയിലായിരുന്നു, ഇനി ഒരെണ്ണം ഈ യെരുസലേമിലായിരുന്നു, ഇനി ഒരെണ്ണം അലക്സാണ്ട്രിയയിലായിരുന്നു ഈജിപ്തിൽ, ഇനി ഒരെണ്ണം ഈ ജെറുസലേമിലായിരുന്നു. ഇപ്പൊ ജെറുസലേം വേറെണ്ണം അന്ത്യോക്യയിലായിരുന്നു. ഈ 5 ചേർത്തൊരു പേര് പറയും, പെൻഡാർക്കി. 5 സെന്റേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി, പെൻഡാർക്കി. സിറിയയിലെ അന്ത്യോക്യ, യെറുസലേം, ഇറ്റലി അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ, റോം അല്ലെങ്കിൽ നമ്മൾ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, നമ്മുടെ ഈജിപ്തിലെ അലക്സാണ്ട്രിയ, ഇത്രയും സ്ഥലങ്ങളിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളായിരുന്നു. ഇത് ടൗണുകളാണ്. ഈ ടൗണിലിരിക്കുന്ന പുരോഹിതൻ ആളുകൾ കൂടുതൽ അവിടെ വരികയും ഗ്രാമങ്ങളിലെ പാസ്റ്റർമാരും ബിഷപ്പുമാരും ഒക്കെ ഇവിടേക്ക് ആരാധനയ്ക്ക് വരികയും ചെയ്തപ്പോൾ ഈ ടൗണിലെ പാസ്റ്റർക്ക് ചെലവ് കൂടി. ഭക്ഷണം കണ്ടെത്തണം, പാർപ്പിടം കണ്ടെത്തണം, ചർച്ചകൾക്കൊക്കെ വരും. നമ്മുടെ മാസികം പോലെ ഇച്ചൂടെ നാളെ നീണ്ടു നിൽക്കും. അന്ന് പായ്ക്കപ്പലിലൊക്കെ വരണം, നടന്നു നോക്കാൻ ദൂരമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണമൊക്കെ തരാം, നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യണം, ഇത് ടൗണല്ലേ, പക്ഷെ ഞാൻ നിങ്ങളുടെ മുഴുവൻ ഒരു മേധാവിയാണ്, അംഗീകരിക്കാൻ കഴിഞ്ഞോട്ട് പോന്നാൽ മതി. അങ്ങനെ ടൗൺ എന്നുള്ളതിൻ്റെ റോമൻ വേടാ മെട്രോപ്പൊലീസ്. മെട്രോപ്പൊലീസിൽ അവിടെ ഇരിക്കുന്ന ആ പുരോഹിതനൊരു പേര് കിട്ടി, മെത്രാപ്പൊലീത്ത. ടൗണിലിരിക്കുന്ന വാസറിനും അതെ കറുകച്ചാലി വല്ലതാണ് മെത്രാപ്പൊലീത്തയായി. മനസ്സിലായോ? അതിന്റെ അർത്ഥം മെത്രാപ്പൊലീത്ത. വിശ്വാസികൾ പറഞ്ഞു പഠിപ്പിച്ചു, ഞാൻ നിങ്ങളുടെ മുഴുവൻ പിതാവ് കൂടിയാണ്, കുലപതിയാണ്. അങ്ങനെ പേര് കിട്ടി. അതാ ഈ പാത്രിയാർക്കീസ്, അതിന്റെ അർത്ഥം കുലപതി. കുലങ്ങളുടെ മുഴുവൻ ഹെഡ്, ഈ ക്ലാനിനെ മുഴുവൻ, ഈ സമൂഹത്തിന്റെ മുഴുവൻ നേതൃത്വം എനിക്കാ. ഞാൻ വിശ്വസിച്ചു. ഇവർ5 പേരും പാത്രിയാർക്കീസുമാരായി. പാത്രിയാർക്കാ സെന്ററുകളാണ് ഈ 5 നിങ്ങൾ കണ്ട. ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടും. ആ സ്ഥലമായിരുന്നു ടൈബർ നദിയുടെ തീരത്തുള്ള ഇന്നത്തെ വത്തിക്കാൻ. അവിടെ ഇരുന്ന മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ പാത്രിയാർക്കീസ് പറഞ്ഞു, കാര്യം നമ്മളെല്ലാം പാത്രിയാർക്കീസ് ആണെങ്കിലും നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഇവിടെ എൻ്റെ അടുത്താ. അവിടെ ഞാൻ നിങ്ങളുടെ ഒരു അധികാരിയാണ്. നിങ്ങളുടെ എല്ലാം അംഗീകരിക്കലേ ഒറ്റക്കുഴപ്പമുള്ളൂ, നാളെ വലിഞ്ഞോട്ട് വരണ്ട. അങ്ങനെ പാത്രിയാർക്കീസുകൾക്കൊരു മേലധികാരി ഉണ്ടായി, പാപ്പ. പിടികിട്ടിയോ? പോകുന്നുണ്ടോ? ഇതിപ്പോ വല്ലവരെയും കുറ്റം പറയണം. നമ്മുടെ ഇടയിൽ അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വേറെ രൂപത്തിലുണ്ട്. പേര് വേറെയാന്നേ ഉള്ളൂ, പേര് വേറെയാണെന്നുള്ളൂ. അപ്പോ അതൊക്കെ എങ്ങനെയും പോട്ടെ, അഡ്മിനിസ്ട്രേഷൻ നടക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, നമുക്ക് ആർക്കാ വേണം. കുറെ കഴിഞ്ഞ് എവര് തമ്മിൽ അടി തുടങ്ങി. ഈ സിംഹാസനപ്പോര് മൂത്തുമുത്തടി ശക്തിപ്പെട്ടപ്പോഴേക്കും ജെറുസലേമിലെ ബിഷപ്പ് അന്ന് അറേബ്യ ഭരിച്ചുകൊണ്ടിരുന്ന ഉമറിൻ്റെ അടുത്ത് പറഞ്ഞു, ഖലീഫ ഉമറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ നാടൊന്ന് സന്ദർശിക്കണം. ഉമർ പറഞ്ഞു വരാം. മറിയുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഈ വത്തിക്കാൻ്റെ കീഴിലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളിവിടെ തന്നെ, നമുക്ക് നമ്മളൊരു കരാറിൽ ഏർപ്പെടണം. എന്താ കരാറ്? ഞങ്ങളിനി അങ്ങയുടെ കീഴിൽ പൊക്കോളാം, ഖലീഫത്തിനെ അംഗീകരിച്ച് പൊക്കോളാം, അങ്ങാണ് ഞങ്ങളുടെ നേതാവ്. പക്ഷെ ഞങ്ങൾക്കിവിടെ തീർത്ഥാടകർ വരും, യേശുവിനെ ക്രൂശിച്ച സ്ഥലം കാണും, അതിനപ്പുറത്ത് യേശു ജനിച്ച തിരുപ്പിറവി ദേവാലയം കാണും, അതിനപ്പുറത്ത് മറുരൂപമല കാണും. ഇവിടെ കാണാൻ വരുന്നവൻ കാണിക്ക ഇട്ടിട്ട് പോയാൽ അത് സാറ് പിടിക്കരുത്.
ഞാനിപ്പോൾ നിങ്ങളെടുത്തു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ യെരൂശലേമിലേക്ക് ഉമർ വന്നു. ഉമർ ചോദിച്ചു, ഇവിടെ സുലൈമാന്റെ ദേവാലയം ഉണ്ടായിരുന്നല്ലോ, അതെവിടാ? അവരെ കാണിച്ചു കൊടുത്തു. വാ സാറേ, കാണിച്ചു തരാം. ചെന്നപ്പോഴേ ജൂതന്മാരോടുള്ള കലിപ്പ് നിമിത്തം അന്നത്തെ പാത്രിയാർക്കീസ് ഈ സ്ഥലം വേസ്റ്റ് തള്ളാനിട്ടിരിക്കുകയാണ്. വിളപ്പിൽശാല പോലെ വേസ്റ്റ് കൂടി കിടക്കുക. ഉമറും അനുഗാമികളും പറഞ്ഞു, ഇതിനിതാ, അത് മാറ്റി. ഉമർ ഒരു പള്ളിയും പണിതോടെ. അതിൻ്റെ പേരാ ഉമറിൻ്റെ പള്ളി, താഴികക്കുടപ്പള്ളി. അവിടെ ഉണ്ട്. മറ്റൊരു ദേവാലയം യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ എന്നറിയപ്പെടുന്ന പ്രദേശത്തുമുണ്ട്. അൽ അക്സ മോസ്ക് എന്നറിയപ്പെടും. മനസ്സിലായോ പോയത് എങ്ങനെയാണെന്ന്? പിടികിട്ടിയോ? ഇനി ഒന്നുകൂടി പറയാം. ഉമറിന് വേറൊരു ശിഷ്യനുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഉമർ എന്നാണ്. അദ്ദേഹം സൈന്യത്തെ നയിച്ച് നേരെ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, അലക്സാണ്ട്രിയക്കാരനായി തിരുവെഴുത്തുകളിൽ വാഗ്വൈഭവമുള്ള അപ്പൊല്ലോസിന്റെ നാട്ടിൽ. പ്രത്യേകത കേൾക്കണം. അവിടെ ആ ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ, ചുരുളുകൾ, പരിഭാഷകൾ, പഠന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്ന പടുകുറ്റൻ ലൈബ്രറി ഇന്നുമുണ്ട്. വലിയ ലൈബ്രറി അവിടെ. മൃഗത്തിന്റെ തോലിൽ, പാത്രത്തിന്റെ ചുരുളുകളിൽ അങ്ങനെ എഴുതിയ വിജ്ഞാന ശേഖരം കർത്താവായ യേശുക്രിസ്തുവിനും 300 കൊല്ലങ്ങൾക്ക് മുമ്പ് രൂപപ്പെടുത്തിയ പഴയ നിയമത്തിന്റെ പരിഭാഷയാകുന്ന LXS അഥവാ സെറ്റുവചനം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, പഠനഗ്രന്ഥങ്ങൾ, അന്നെഴുതിയ ഗ്രന്ഥങ്ങളുടെ ലൈബ്രറി. ഉമറിന്റെ പടയാളികൾ അതിന് തീ കൊടുത്തു. 2.5 മാസം നിന്ന് കത്തി. എൻ്റെ നിങ്ങളുടെയും കരിക്കുന്ന ഈ പുസ്തകമില്ലേ, അനവധി പ്രതിസന്ധികളെ താണ്ടി ഇവിടെ വരെ വന്നതാ. എങ്ങനെ ഇവിടെ വന്നത്? ഇതിനെ കത്തിച്ച് ചാമ്പലാക്കാൻ ലോകത്തിന്റെ പലയിടങ്ങളിലും ആളുകൾ ശ്രമിച്ചു. വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ ഈ ഗ്രന്ഥം അജയ്യമായി നിൽക്കുന്നു ഇന്നും. വള്ളിക്കോ പുള്ളിക്കോ ഈ പുസ്തകത്തിൽ മാറ്റം വരുത്തി എന്ന് തെളിയിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെയും ഉലകം കണ്ടിട്ടില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. കത്തിച്ച് ചാമ്പലാക്കിയിട്ടും ഈ ഗ്രന്ഥം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ 5 സ്ഥലങ്ങളും കൈവിട്ടുപോയി. അപ്പൊ നിങ്ങളെ IPC WM ചർച്ചക്കോട കത്തോലിക്ക യാക്കോബയാന്ന് പറഞ്ഞാൽ അടിച്ചു നോക്ക്. ഇങ്ങനെയല്ല ഗുണമുണ്ടാവും. പിടിയോ? മർത്തോമയാന്ന് പറഞ്ഞാൽ അടി വെക്കരുത്. ഇതെല്ലാം ചരിത്രപരമായ ഉദ്ദേശങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. മാനസാന്തരം കേരളക്കരയോട് പ്രസ്താവിച്ച ഒരു പ്രസ്ഥാനമാണ് മർത്തോമ. ആർക്കാ അതിനോട് എതിർപ്പ്? എനക്കില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആംഗ്ലിക്കൻ ചർച്ചും അതുപോലെ തന്നെയാണ്. എന്താണ് കാരണം? ബൈബിള് നമുക്ക് തന്ന പ്രസ്ഥാനമല്ലേ, അല്ലേ? ബൈബിള് സകലർക്കും കൊടുത്താരാ കേരളത്തിൽ? ആംഗ്ലിക്കൻ ചർച്ചകൾ. ഇത് കേൾക്കുന്നവർക്കിടയിൽ CMS എന്നോ CSI എന്നോ പേരുള്ള സഭയിലെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളായി പുസ്തകം നമുക്ക് തന്നെ നന്ദി കാണിക്കണ്ടേ? മലയാളി മുഴുവൻ ഈ പുസ്തകം കണ്ടതൊന്നുമല്ല, ബെഞ്ചമിൻ വേലി വന്ന ശേഷമാണ് ഈ പുസ്തകം. അതിനുമുമ്പുള്ള സ്ഥിതി എന്താ? സുറിയാനിയിലൊരു ബൈബിള് കാണും, അതിൻ്റെ അധ്യായങ്ങൾ കീറി സർക്കുലേറ്റ് ചെയ്തിരിക്കുക പല പള്ളിയിൽ വായിക്കാൻ. ഈ പുസ്തകം നമുക്ക് കിട്ടിയതെപ്പോഴാണ്? ബെഞ്ചമിൻ ബേലി കോട്ടയത്ത് വന്ന ശേഷമാണ് ഇത് കിട്ടിയത്. ഓരോ സഭയ്ക്കുമുണ്ട് ചരിത്ര ദൗത്യങ്ങളല്ലേ. അപ്പോൾ തല്ലുകൂടരുത്, ഒരു മനുഷ്യരോടും തല്ലുകൂടരുത്, ഒരു മതസ്ഥരോടും കലകം പാടില്ല, മതമില്ലാത്തവനോടും കലകം പാടില്ല, അല്ലേ? ആവശ്യമുണ്ടോ? ഞാൻ കഴിവതും മറ്റു മതസ്ഥരെ കുറിച്ച് ഒന്നും മോശം പറയുന്ന ഒരാളാണ്. ഒരു വിശ്വാസം വരുന്നില്ല, അല്ലേ? അത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. ഇന്ത്യക്കൊരു വിദേശ നയമുണ്ട്. നമ്മൾ ആദ്യം ആറ്റം ബോംബൊന്നും പ്രയോഗിക്കില്ല. പിന്നെ അവിടുന്ന് ആറ്റം ബോംബ് വന്നാൽ അത് പ്രഭവകേന്ദ്രത്തിൽ തിരിച്ചു കൊണ്ടിടണമില്ലേ? പിന്നെ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് തട്ടും. ഇസ്രായേലിൻ്റെ രീതി കണ്ടോ? അതിശക്തമായി ഇറാനിൽ നിന്ന് സംഗതി ഇങ്ങോട്ട് വരിക, അവനെ ഇങ്ങോട്ട് പിടിച്ചെടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുവിടും. ഇവിടെ ജയിക്കാത്ത യുദ്ധത്തിന് പോകാതെ
ഇടയ്ക്ക് ഒരാളെന്നോട് ചോദിച്ചു, ഇപ്പോൾ ഡിബേറ്റ് ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു, എങ്ങനെ പറ്റും? അപ്പുറത്ത് ആളില്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ സമൂഹഗാനം പാടാൻ പറ്റുമോ? അതാ കാര്യം. പണ്ടിതൊന്നുമല്ല സ്ഥിതി. ചില മഹാരഥന്മാർ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ട് പോയിക്കുക, ബൈബിൾ മുഴുവൻ തെറ്റ്, അത് തിരുത്തി, പൗലോസ് തിരുത്തി. എന്തേ കാണാനില്ല, ഇതിലേ പോയി. അതാ യേശുവിന്റെ വചനം പഠിച്ച ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, സ്ഥിരാനരമ്പുകളിൽ യേശുവിന്റെ രക്തമൊഴുകുന്ന, ഹൃദയത്തിൽ പൂവത്തിൻ കനല് പോലെ സുവിശേഷത്തോട് ദാഹം എരിയുന്ന ആയിരക്കണക്കിന് യുവാക്കൾ ഉണർന്നപ്പോൾ ഈ സുവിശേഷത്തിന്റെ ദീപശിഖ ആളിക്കത്തിക്കണമെന്ന് തമ്പുരാന് ഇതം തോന്നിയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ പോയതാണ് ഈ സംഭവമല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഈ വചനം പറഞ്ഞു, ലോകത്തെവിടെ ചിതറിയാലും ജൂതനിഞ്ഞു വരും. ബൈബിളുണ്ടെന്ന്. ഉലകത്തിന്റെ ഏത് വൻകരകളിൽ നീ ചിതറിയാലും സമയം വരുമ്പോൾ നിന്നെ തിരിച്ചെത്തിക്കും. അങ്ങനെ ആ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ച് അവരുടെ നാട്ടിലെത്തി. ചിതറിപ്പോയ യഹൂദനെ അവരുടെ നാട്ടിലെത്തി. രണ്ടാം ലോകമഹായുദ്ധം എത്തുമ്പോഴേക്കും ജൂതന്മാർ പറഞ്ഞു, അതെങ്ങനെ എത്തിയെന്ന് അറിയണ്ടേ? തിരിച്ചിവിടെ എത്തിയിട്ട് അന്നവിടെ വസിച്ചിരുന്ന അറബികളോട് ചോദിച്ചു, അല്പം സ്ഥലം തരുമോ? അവരോട് സ്ഥലം തരാം, നല്ല വില തരണം. അങ്ങനെ വില മേടിച്ച് ഈ സ്ഥലം ജൂതന് വിറ്റു. അല്ല, അവര് പിടിച്ചെടുത്തതൊന്നും അല്ലെന്നേ. യഹൂദന്മാർ അവിടുത്തെ മുഴുവൻ അറബികളെ പുറന്തള്ളി പിടിച്ചെടുത്തതല്ല, സ്ഥലം വിറ്റതാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും ചില സ്ഥലം കണ്ടിട്ട് പറയല്ലേ, ഞങ്ങളുടെ അപ്പച്ചൻ വിറ്റതാണ്. വിറ്റ് പോകണ്ടാതെന്നു പറയാം, അപ്പച്ചൻ വിറ്റ്, അതാവും പിടിച്ച് മേടിച്ചല്ലോ, ശരിയല്ലേ? ആ, ടൗണെല്ലാം വിറ്റ് കാട്ടി കയറിയിട്ട് പറയാണ് കാർന്നോര് വിറ്റതാണ് നിസാര വിലയ്ക്ക്. അന്നതിന് വിലയുണ്ട്, നിസാരമല്ല. അവൻ തന്നെ 27 രൂപയ്ക്ക് വിറ്റതാ ഒരേക്കർ. പക്ഷെ കുഴപ്പമെന്താ, 27 രൂപ എന്നൊരുത്തിൻ്റെ കയ്യിൽ ഇല്ലെന്നേ, അതിന് വിലയൊക്കെ ഉണ്ട്. കൊടുത്തിട്ട് പോയി. ജൂതൻ വില കൊടുത്തു വാങ്ങിയ ഭൂമി, ആ വില കൊടുത്ത് മേടിച്ച. കുറെ കഴിഞ്ഞപ്പോൾ അറബികൾക്ക് ഈ വില മനസ്സിലായി. തങ്ങൾ വിൽക്കുന്ന സ്ഥലത്തിന്റെ വില മനസ്സിലായി. അപ്പോഴേക്ക് കാലം ഒന്നിച്ചു. ജൂതന്മാർക്ക് വൻതോതിൽ കുടിയേറാൻ ബ്രിട്ടൻ അവസരം കൊടുത്തപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു. ബ്രിട്ടൻ ലോകാധിപത്യം അവസാനിച്ചു പോവുക. അയാൾ തന്നെ മടുത്തു. പോകാൻ തുടങ്ങിയപ്പോഴേക്കും പാലസ്തീനികളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ യോർദാന്റെ അക്കരെയുള്ള സ്ഥലം നിങ്ങൾക്ക് തരാം. യോർദാന്റെ ഇക്കരെയുള്ള സ്ഥലം ഇസ്രായേൽ. പാവം വിദ്യാഭ്യാസവും പഠിപ്പും ഇല്ലാത്ത പാലസ്തീനോട് പറഞ്ഞു, മറ്റു രാജ്യത്തിലൊക്കെ ഇരുന്ന ആളുകൾ പറഞ്ഞു, അയ്യോ നിങ്ങൾ സമ്മതിക്കരുത്, മൊത്തം നിങ്ങൾക്ക് പിടിക്കണം. ഇങ്ങനെ ഈ പാവങ്ങൾ ചതിക്കപ്പെട്ടു. നമ്മൾ നിങ്ങൾക്കല്ലേ ഹൂദി വിമതരെന്നും ഹമാസെന്നും പാലസ്തീൻ വിമോചന മുന്നണി പോരാളികൾ ഇതൊന്നും അവിടെ ഉള്ളവരല്ലെന്ന്. ഖത്തറിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് മിലിഷ്യ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ഇവരുടെ പേരിൽ പെട്രോൾ ഡോളർ പിടിച്ച് കോടികൾ ഇവന്മാരെ അടിച്ചു മാറ്റുക. ഒരു മറ്റേ നമ്മൾ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് അയക്കണമെങ്കിൽ ഏകദേശം $40 ലക്ഷം വേണം. ഇത്രയും പൈസ പോരെ ഇവർക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ, ആശുപത്രി ഉണ്ടാക്കി കൊടുക്കാൻ. ഇതുപോലെ ഇവരുടെ വിദ്യാഭ്യാസം. ഒരു ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്ന പണം മതി ഈ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാന്ന്. നമ്മളെന്താ പത്രത്തിൽ കിടന്നേ, കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ കൊന്നു കൊള്ളു വിളിക്കുന്നു. എന്താ കാര്യം എന്ന് അറിയണ്ടേ? ഞാനിവിടെ പോയി 6-7 തവണ കണ്ടിട്ട് വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ സ്ഥലങ്ങളിൽ പഠനം നടത്തിയിട്ടാണ് പറയുന്നത്, ചുമ്മാ പറയില്ല. അവിടെ പോയി കാണണം, മനുഷ്യാവകാശം എന്താന്ന് മനസ്സിലാക്കണം. ചുമ്മാ കയറി യഹൂദനാരെയും കൊല്ലൂല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അവിടെ മനുഷ്യാവകാശങ്ങളെ അവർ അംഗീകരിക്കും. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളെയെല്ലാം ചില സംവിധാനങ്ങൾ വിഴുങ്ങിയിട്ട് യഥാർത്ഥ വാർത്ത പുറത്തു വരാതിരിക്കുക. അവരെ പട്ടാള ക്യാമ്പുകളിലേക്ക് കുട്ടികളെ കൊണ്ട് മണ്ണെണ്ണ മുക്കിയ ആ തിരി കത്തിച്ചെറിഞ്ഞ് പ്രകോപനം ഒത്തിരി സൃഷ്ടിക്കുമ്പോഴാണ് ഇസ്രായേൽ അടിക്കുന്നത്. അനാട്ടി തുടങ്ങി അതിൽ മയമൊന്നുമില്ല. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കിള്ളി പോയി കഴിഞ്ഞാൽ പണിയങ്ങ് തുടങ്ങും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആദ്യം പറഞ്ഞല്ലേ, നിർത്തുന്നു പറഞ്ഞല്ലേ. യമൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ദൂരെ കിടക്കുന്ന ഇറാൻ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇറാഖ് കൂടെ കഴിഞ്ഞ ഇവർക്ക് അതിർത്തി പോലും സ്വന്തമില്ല, രണ്ടിടത്ത് കിടക്കുന്നവരാ. ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അടിച്ച് നിലം പരിചാക്കി
ഈ രാജ്യം ചരിത്രത്തിൽ തിരിച്ചു വരണമെന്നും കരുത്ത് കാട്ടണമെന്നും ഈ പുസ്തകം പറഞ്ഞാൽ ലോകത്തൊരു ശക്തിക്കും നിഷേധിക്കാനാവില്ല. ഹല്ലേലൂയ. ഈ പുസ്തകം പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു കളി ഇവിടെ നടക്കില്ല. ഞാനിതൊക്കെ പണ്ട് പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട് ഈ സംഭവത്തിന് മുമ്പ്. അപ്പോഴാ ചെല്ലു പറഞ്ഞ അങ്ങനല്ല പിന്നെ എങ്ങനെയാ പഠിച്ചു നോക്കണം. ഒന്നും ചരിത്രം പഠിക്കണം, പ്രവചനം പഠിക്കണം. നിങ്ങൾ ഈ ചാനലൊക്കെ നോക്കിയാലേ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിൻ്റെ ഒരു ചാനൽ കാണിച്ചു കൊടുത്തു. നമ്മുടെയൊന്നും അല്ലെന്ന്, ഹൈന്ദവ സഹോദരന്മാർ നടത്തുന്ന ചാനല. അതിനകത്ത് ഉദ്ധരിക്കുന്ന മുഴുവൻ ബൈബിളാണ്. ആമോസ് പ്രവചനം 1:2 ഇപ്പം നിറവേറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ് രണ്ടുപേരെ അങ്ങനെ സ്ഥാപിച്ചുറപ്പിച്ച് പ്രസംഗിക്കുക. അത് കേൾക്ക്, കാലത്തിന് വന്ന മാറ്റങ്ങൾക്ക് ദൈവമക്കളെങ്കിലും സ്തോത്രം. അപ്പം ഇത് ഒക്കെ ആണെങ്കിലും ഒരു പ്രധാന വിഷയം പറയാൻ അങ്ങോട്ട് വന്നു. ഇസ്രായേലിനെ പലതരം രാഷ്ട്രങ്ങൾ മാറി മാറി അടിച്ചു. ദേവാലയം മുച്ചൂടും നശിപ്പിച്ചു. എത്ര നശിപ്പിച്ചിട്ടും ആർക്കും നശിപ്പിക്കാനാകാത്ത ഒരു പ്രത്യേക സ്ഥാനം അവിടെ ഉണ്ട്. ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൽ ഒരു ഭാഗത്ത്, അത് യെരൂശലേമിൻ്റെ കിഴക്കേ വാതിലാണ്. അത് അടഞ്ഞു കിടക്കുകയാണ്. പലരും നോക്കണം, കാലം ഇത്ര വളർന്നിട്ട് മിസൈലുകൾ അയച്ച് ഇടിക്കാൻ നോക്കിയിട്ട് ആയുധങ്ങൾ കൊണ്ട് അടിത്തറ മാന്താൻ ശ്രമിച്ചിട്ട് ജെറുസലേമിൻ്റെ കിഴക്കവാതിൽ സുശക്തമായി അവിടെ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് ജെറുസലേമിൻ്റെ കിഴക്കവാതിൽ ആർക്കും തുറക്കാനാവാത്ത വിധം അടഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആരും തുറന്നിട്ടില്ല. 1917 ഇത് തുറക്കാൻ ശ്രമിച്ച ഒരുപറ്റം ആളുകൾ, അറബികൾ, ഇത് പിക്കാക്സ് കൊണ്ട് കൊത്തിപ്പൊളിച്ച് തകർക്കാൻ ശ്രമിച്ചപ്പോൾ മോഹാലസ്യം വന്നിട്ട് ആയുധം ഉപേക്ഷിച്ചു പോയി. തകർത്തില്ല. മനുഷ്യൻ ബുൾഡോസറുകൾ കണ്ടുപിടിച്ച ഈ കാലത്തിൽ ഇത് ഇടിച്ച് നിലംപരിയാക്കാൻ 10 മിനിറ്റ് മതി, പക്ഷെ പൊളിക്കാൻ വയ്യ. എൻ്റെ കാരണം അറിയണം. വായിച്ചു എസെക്കിയേൽ പ്രവചനം 44 1 മുതലുള്ള വേദഭാഗങ്ങൾ. എസെക്കിയേൽ 44:1. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എസെക്കിയേൽ ഒരു ദർശനം കണ്ടു. അനന്തരം അവൻ എന്നെ, നിങ്ങളോട് ഇതുപോലെ തുടങ്ങല്ലേ ഉണ്ടായിരിക്കും അവിടെ. അനന്തരം അവൻ എന്നെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. കിഴക്കേ ഗേറ്റ്. എന്നാൽ അത് അടച്ചിരുന്നു. കേൾക്ക്, അത് അടച്ചിരുന്നു, അടഞ്ഞു കിടക്കാണ്. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ അവിടുത്തെ സാന്നിധ്യം ഇതുവഴി അകത്ത് കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം. അന്നടഞ്ഞ സ്ഥാപനം അൽക്കുടുത്തോട്ടം ഇന്ന് രാത്രി പ്രസംഗിക്കും വരെ തച്ചുടച്ചകത്ത് കിടക്കാൻ കേൾപ്പുള്ള ഒരുത്തനെയും കണ്ടില്ല. എന്താണ് കാരണം? ഇത് അറബികൾ നല്ല സൗഹൃദത്തിലിരിക്കെ യഹൂദന്മാരോട് ചോദിച്ചു, ഞങ്ങളിവിടെ പല പണിയും ചെയ്തിട്ട് ഇതെന്നാ പൊളിക്കാൻ പറ്റാതെ? അവർ പറഞ്ഞു, ഇതുവഴി ഒരു ദിവസം ഞങ്ങളുടെ വാഗ്ദത്ത മശിക കയറി വരും, അവന് മാത്രമേ ഇത് തുറക്കൂ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ മാത്രമേ ഈ കതക് തുറക്കൂ. അറബികളല്ലേ വിടുവോ? അവർ തീരുമാനിച്ചു എങ്ങനെയെങ്കിൽ നമുക്ക് ആ വഴി തടയണമല്ലോ. അവരിതിൻ്റെ കൃത്യം മുമ്പിൽ കൊണ്ടുവന്ന് കുറെ ശവങ്ങൾ അടക്കി ഖബറുണ്ടാക്കി. അപ്പോൾ എന്തിനാ കുഴപ്പം? ലേഖപുസ്തക വിശദീകരണം അനുസരിച്ച്
ശവക്കുഴി കുറുകെ കിടക്കുന്ന ശവത്തെ സ്പർശിക്കുന്ന ശ്മശാനഭൂമി അങ്ങനെ ക്രോസ് ചെയ്തു പോകുന്ന പുരോഹിതൻ അശുദ്ധനാകും. കണ്ടോ, യേശുവിനെ അശുദ്ധനാക്കാനുള്ള പണിയുണ്ടോ? ശവം അടക്കി ആട്ടെ, ശവക്കുഴി കുറുകെ കിടന്നാൽ യേശു അശുദ്ധനാകുമോ? ആകുമോ? ലേവ്യ പുരോഹിതൻ അശുദ്ധനാകുമോ? ആകില്ലേ? ആ ലേവ്യ പുസ്തകത്തിലല്ലേ എഴുതിയിരിക്കുന്നത്? ആ ശവത്തെ സ്പർശിക്കുന്ന, ആ ശവത്തുണിയെ സ്പർശിക്കുന്ന ശവക്കുഴിയെ, അതിനാണ് യഹൂദന്മാർ ഇതിൽ വെള്ളം തേടുന്നത്. രാത്രിയിലൊക്കെ വരുമ്പോൾ കണ്ടുപോകണം, മാറിപ്പോണം, സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം, നിയമമുണ്ട്. പക്ഷെ ഇവർക്കൊരു വകുപ്പറിയില്ല, ഇത് ലേവ്യ പുരോഹിതനല്ലെന്ന്. ഈ പുരോഹിതന്റെ ഓർഡർ അവിടെ നിന്നല്ല കിട്ടിയെന്ന്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ദൈവപുത്രൻ ഇതുവഴി വരുമ്പോൾ ഈ കാണുന്ന അശുദ്ധി അവനെ അശുദ്ധനാക്കില്ല. ഈ കാണുന്ന അശുദ്ധി എന്നല്ല, ഒരശുദ്ധിയും യേശുവിനെ അശുദ്ധനാക്കില്ല. എന്താ കാര്യം? ഈ പുരോഹിതൻ ലോകത്തിലായിരുന്നപ്പോൾ എത്ര ശവങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചത്ത് മരവിച്ചതിനെ കൈതൊട്ട് വിളിച്ചുണർത്താൻ കെൽപ്പുള്ള മഹാപുരോഹിതനാണിത്. അവൻ ചീഞ്ഞഴിയ വസ്തുവിനെ തൊട്ടാലും ഉയർപ്പിന്റെ ശക്തി അതിലേക്ക് പ്രവഹിക്കുമെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുന്ന അകത്തും പുറത്തുമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗിയായിരിക്കാം, ബലഹീനരായിരിക്കാം, അശക്തരായിരിക്കാം, അശുദ്ധരായിരിക്കാം, നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന നസ്രായനായ യേശുവിന്റെ പുണ്യാക രക്തം ഈ രാത്രി നിനക്ക് വേണ്ടി വാദിക്കുന്നു. അത് നിനക്ക് വേണ്ടി ഇടപെടുന്നു. അത് നിന്നെ സംശുദ്ധമാക്കുന്നു. അത് നിന്നെ അടിമുടി ചികിത്സിക്കുന്നു. അതുകൊണ്ട് ഈ പുരോഹിതന് മാത്രമേ അകത്തേക്ക് കടക്കാനാവൂ. അങ്ങനെയെങ്കിൽ ഈ പുരോഹിതൻ ഒരു ദിവസം വരും. ആ വന്നു നിൽക്കുന്ന സ്ഥലം സക്കറിയ പ്രവചിച്ചു. അതെടുത്ത് വായിപ്പിക്കേണ്ട, സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. അന്നാളിൽ കിഴക്കൊലിവുമലയിൽ അവന്റെ കാൽ നിൽക്കും. ഒലിവുമല രണ്ടായി പിളരും, ഒരു താഴ്വര സംജാതമാകും. ഒലിവുമല എവിടാന്ന് അറിയണ്ടേ? ഈ കിഴക്കേ വാതിലിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. ഹല്ലേലൂയാ. അതിന്റെ ഇടയിൽ കൂടി കിദ്രോൻ എന്ന തോടൊഴുകുന്നുണ്ട്. പണ്ടൊരിക്കൽ ഈ കിദ്രോൻ തോട് കിടന്ന ദാവീദ് ശൗലിനെ ഭയന്നു പോയത്. ജയാളിയായി ദാവീദ് പിന്നെ അധികാരമറ്റവനായി ഇതുവഴി വന്നതുപോലെ ദാവീദ് പുത്രൻ ഗെസ്സമനയിൽ പ്രാർത്ഥിച്ചു. ഈ തോട് കടന്നു പോയെങ്കിൽ ആ ഗെസ്സമനയിൽ വെച്ച് ദാവീദ് പുത്രൻ അറസ്റ്റ് വരിക്കപ്പെട്ടു. ആ ഗെസ്സമനയിൽ വെച്ച് ആ ശരീരം അതിദാരുണമായ വേദനയിൽ പിടഞ്ഞു. അറസ്റ്റ് വരിച്ചവനെ വീണ്ടും ഈ തോട് കടത്തി അക്കരെ കൊണ്ടുപോയി പീലാത്തോസിന്റെ കൊത്തളത്തിൽ വിധിച്ചു. ഇടയ്ക്കുള്ള വിധിയൊന്നും ഞാൻ പറയുന്നില്ല. വിധിക്കൊടുവിൽ അവനെ ക്രൂശിച്ചു. ആ ക്രൂശിക്കപ്പെട്ടവനെ അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ വച്ചു. ആ കല്ലറയിലേക്ക് വെക്കും മുമ്പ് ക്രൂശിക്കപ്പെട്ടവനെ നോക്കി പലരും പരിഹസിച്ചു. ഇന്നലെ ക്രിസ്മസിന്റെ സമാപനമായിരുന്നു. ഇന്നലെയാ മിനിയാന്നല്ലേ? ആ, എന്തെല്ലാം ആഘോഷങ്ങളല്ലേ, പുൽക്കൂടും ഉണ്ണിയേശു ഒത്തിരി പരിപാടിയുണ്ട്, നല്ലത്. അതൊക്കെ നടക്കട്ടെ. ആയിരക്കണക്കിന് ആളുകൾ അന്നും ഈ ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ. 1000 അല്ലെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ അന്നും ഉണ്ടായി. യേശു ജനിച്ച ആ ദിവസം ആരൊക്കെയാ പോയേ? ആട്ടിടയന്മാരല്ലേ? പിന്നെ നമ്മളൊരു കൂട്ടരെ വിളിക്കും, എന്താ, വിദ്വാൻമാർ. അവരെത്ര പേരുണ്ടായിരുന്നു പറഞ്ഞു? ആ, 3 പേരൊന്നും ചരിത്രത്തിലൊന്നും ഇല്ല. ആരോ പറഞ്ഞ അബദ്ധമാണ്. 3 പേരൊന്നും ഇല്ല. ഇവരെവിടുന്നാ പോയതെന്നറിയോ? ഇന്ത്യ ഒന്നും അല്ല. അങ്ങനെ കെട്ടുകഥയുണ്ട്. ബൈബിളിൽ ഇല്ലാത്തതും മനുഷ്യൻ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതുമായ ചില തെറ്റുകൂടെ തിരുത്തിക്കോണം. 1, യേശു ജനിച്ചത് പുൽക്കൂട്ടിലല്ല. തെളിവ് തരാം. വഴിയമ്പലത്തിൽ ഇടമില്ലായികയാൽ അവനെ അപ്പൊ ഡെലിവറി നടന്ന വഴിയിലൂടെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയ സ്ഥലമാണ്
3 വിദ്വാനൊന്നും ഇല്ല. ഇവർ പോയി നിന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ്. അന്ന് രാത്രി തന്നെ പോയി കണ്ടുമില്ല. തണുപ്പുള്ള സ്ഥലത്തെ അന്ന് രാത്രി പോയി നല്ല ബൈബിൾ വായിച്ചു നോക്കണം. ബൈബിളിനേക്കാൾ കെട്ടുകഥ വിശ്വസിച്ചാൽ അതൊക്കെ വിശ്വസിക്കാം. എനിക്ക് ബൈബിളിലുള്ള വിശ്വാസം, കെട്ടുകഥയ്ക്ക് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. കെട്ടുകഥ കേൾക്കാൻ കൊള്ളാം. വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താ? ശിശു ഇരിക്കുന്ന ഇടത്ത് ചെന്ന് അവനെ കണ്ടു, നമസ്കരിച്ചു. ശിശു ഇരിക്കുന്നു. ഇരിക്കാൻ പ്രായമായിരുന്നു, അല്ല ഉൾക്കൊള്ളിച്ചത് കണ്ടെന്നല്ലെന്ന്. ഇരിക്കുന്ന ആ ശിശുവിനെ കണ്ടെന്ന്. അടുത്തത്, ഈ വിവരം സൂക്ഷ്മമായി അന്വേഷിച്ചു വരാൻ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ബേത്ലഹേം വരെയുള്ള ദൂരം ഇവർ നടക്കണം. ഇത് കഴിഞ്ഞ് വിദ്വാൻമാർ തന്നെ കളിയാക്കി ആ രാത്രി തിരിച്ചറിഞ്ഞെന്നല്ല, നാടുകൾ കഴിഞ്ഞു. ബൈബിൾ വായിക്കാതെ പല വഴിക്ക് പോയതിൻ്റെ ഗതികേടായി വന്നിരിക്കുന്നു. ചില പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ പറയും, പൗലോസ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. കുതിരയൊന്നും അവിടെ ഒന്നുമില്ല. പിന്നെ പൗലോസിന്റെ കുതിര കിട്ടുന്നതിൽ എനിക്ക് അസൂയൊന്നും ഇരിക്കട്ടോ. ഈ ഫ്ലൈറ്റിൽ നിന്ന് വീണെന്ന് പ്രസംഗിച്ചാലും എനിക്കതിൽ വിരോധമില്ല, ബൈബിളിലില്ലെന്ന് ഞാൻ പറഞ്ഞു. ദമാസ്കസിനോട് ഫ്ലൈറ്റ് സമീപിക്കുമ്പോൾ പൗലോസ് ഫ്ലൈറ്റിൽ നിന്ന് വീണു എന്ന് പ്രസംഗിച്ചാലും എനിക്കെന്താ വിരോധം? പൗലോസ് ഫ്ലൈറ്റിൽ പോയി എനിക്ക് കുഴപ്പമുണ്ട്, ബൈബിളിൽ. മനസ്സിലായോ? ഞാൻ ഈയിടയ്ക്ക് അവിടെ തീർന്നപ്പോ പാട്ടുപാടുന്ന ഞങ്ങാതി പറയാം, രാജാവ് ഉള്ളെടുത്ത് രാജകോലാഹലമുണ്ട്. ബൈബിളിലില്ല അങ്ങനെ. മനസ്സിലായോ? ബൈബിളിലില്ല അങ്ങനെ. ഇല്ലാത്ത കാര്യം പറ, സൂക്ഷ്മമായി നോക്കിയിട്ടേ ഇത് പറയാവുള്ളൂ. അതിനായി തന്നിരിക്കുന്നു, യഹോവയുടെ വശത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അങ്ങനെ ബൈബിളില്ല. യഹോവയുടെ വശത്തുള്ളതിനെ മാറി നിൽക്കുന്നു. മോശ പറഞ്ഞ എൻ്റെ അടുക്കൽ വരട്ടെ. മാറി നിൽക്കാൻ പറഞ്ഞാൽ അർത്ഥം എന്താ? ആരോ പറഞ്ഞു വിട്ടൊരു അബദ്ധം വീണ്ടും 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 ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് പോവാണ്. നിങ്ങൾ യെരൂശലേമിൽ ചെന്നാൽ അവിടെ ഒരു നക്ഷത്രത്തിൻ്റെ അടയാളം കാണാം. അവിടെയാണ് യേശു ജനിച്ചതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇത്ര കൃത്യം പറയണമെങ്കിൽ യേശു ജനിച്ച ആ സ്ഥലം ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം പോയി ലൈവ് ചെയ്തിരിക്കണം. എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലത്. ഇത് ആർക്കറിയാം ഇത് എവിടെയാണ്? അറിയില്ല. കെട്ടുകഥകളുടെയും മറ്റും ലോകത്തുകൂടി വിരാജിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം, ഞാൻ ആഘോഷിച്ചോ, ഒന്നും കുഴപ്പമില്ല. ആഘോഷത്തിനുള്ള രീതിയുണ്ട്. ഞാൻ മല്ലപ്പള്ളി പ്രസവിച്ചു ഇന്നലെ ഈ 24-ാം തീയതി. ചർച്ചക്കൂടിൻ്റെ ഒരു പരസ്യം ഉണ്ടാകും. എന്താ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു പരമ്പരാഗത രീതി എന്ന് അറിയണ്ടേ? സകല കാലികളും കാലിയാകും, കള്ള് ഷാപ്പും കാലിയാകും. കന്നുകാലി കാലിയാവും. കന്നുകാലി കൂടും, കന്നുകാലിയെ വെട്ടി തിന്നുക, കളി ഷാപ്പും കാലിയാക്കുക. നല്ല പാരമ്പര്യമുള്ള അച്ചാന്മാര് ഈ കുരിശുമാലയും തൂക്കി കള്ളി ഷാപ്പിച്ചിട്ട് ഈ കുരിശുമാലയിലെ ക്രിസ്തു സഹിതം കള്ളി കിടക്കുക. 3-4 തവണ കള്ളി സ്നാനപ്പെടുക. എന്തൊരു ലജ്ജാകരമെന്ന് ആലോചിച്ച് നോക്കി. നീ എന്തിനാ ജനിച്ച മനുഷ്യനാന്ന് പറഞ്ഞ് നീ വേഷം കെട്ടേണ്ട കാര്യമുണ്ടോ? ഈ പുസ്തകം എടുത്തിട്ട് യേശുവിനെ അനുധാവനം ചെയ്യുന്നവരെ, യേശുവിനെ അനുഗമിക്കുന്നവരെ, ദുഃഖവള്ളിയും ക്രിസ്മസും വചനത്തിൽ പറയുന്ന ക്രിസ്തുവിനെ അനുസ്മരിക്കാനുള്ളതാണ്. വചനത്തിൽ പറയുന്ന, കെട്ടുകഥയിൽ പറയുന്ന ക്രിസ്തു അല്ല, വചനത്തിൽ പറയുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞതേ ഒട്ടും കുഴവയൊക്കെ നടത്തി ആട്ടിടയന്മാർ ചെയ്യുന്നുണ്ട്. മോശമായിട്ടല്ല അവർ പോയത്. വിദ്വാൻമാർ ചെയ്യുന്ന പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. ഇതൊക്കെ കൊള്ളാം. പക്ഷെ യേശു ക്രൂശിക്കപ്പെട്ടു ഒരു 33 കൊല്ലം കഴിഞ്ഞു. കാണാൻ എത്ര പേരുണ്ട്? ആട്ടിടയന്മാരാരും ഉണ്ടോ? എന്തേ പണ്ടത്തെ ഒരുത്തരം കാണാത്തെ? എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ ഒരാട്ടിടയനും പോകുന്നില്ല. ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ ഒരു വിദ്വാനും പോകുന്നില്ല. ഉണ്ടോ? ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ പാവം കുറേ സ്ത്രീകളും ഒരു യോഹന്നാനും ക്രൂശിന്റെ ചുവട്ടിൽ. ലാസർ ഉയർക്കുന്നിടത്ത് 1000 കാണാൻ. 5 അപ്പം കൊടുക്കുന്നിടത്ത് 5000 പുരുഷന്മാരുണ്ട്. 1000കണക്കിന് ജനസാമാന്യങ്ങളുണ്ട്.
ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ ആളില്ല. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ക്രൂശിക്കപ്പെട്ടവനെ വേണോ, ആരവാരങ്ങളുടെ ആക്രോശങ്ങളുടെ നടുവിൽ വിരാജിക്കുന്നവനെ വേണോ? ഈ ക്രൂശിക്കപ്പെട്ടവനെ നോക്കി നമുക്ക് വിളിച്ചു പറയാം, അങ്ങന്റെ പാവത്തിന്റെ പരിഹാരത്തിനായി കാൽവയുടെ കൊലമരത്തിൽ ചിന്തിയ പുണ്യാക രക്തത്തിൽ എനിക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ക്രൂശാണ് ക്രൈസ്തവ സഭയുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ അതിലാ. ഹല്ലേലൂയ. പിറവി കൊണ്ട ക്രിസ്തുവിന്റെ ആഘോഷങ്ങളല്ല, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കുന്നവന്റെ, പിടയുന്നവന്റെ അന്ത്യനിമിഷത്തിൽ ക്രൂശിന്റെ ചുവട്ട് നിൽക്കുന്ന ചങ്കുറപ്പിന്റെ പേരാണ് ക്രിസ്ത്യാനിത്വം. അത് പള്ളി രജിസ്റ്ററിലെ പേരല്ല, പാരമ്പര്യത്തിന്റെ ഏതെങ്കിലും സവിശേഷതയല്ല. നസ്രയനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെടുന്ന അനുഭവമാണെങ്കിൽ, ആ അനുഭവം കൂടാതെ ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ, നാഥാ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ രക്തത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നു, കാലവിളംബമന്യേ നീ ഞങ്ങളെ ചേർക്കാൻ വരും എന്ന പ്രത്യാശയിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് യേശുക്രിസ്തു എന്ന രക്ഷകന്റെ അന്ത്യനിമിഷം കണ്ട ചിലക്ക് മാത്രം യേശു ആരാണെന്ന് മനസ്സിലായി. ശതാധിപൻ, മറ്റു പല ആളുകൾ അവിടെ ഉണ്ട്. പുരോഹിതന്മാർ ആക്ഷേപിച്ചു ക്രൂശിച്ചു യേശുവിനെ. വഴിയേ പോയ മനുഷ്യർ കാർക്കിച്ചു തുപ്പി. ദേവാലയം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക എന്ന് കളിയാക്കി. ഒറ്റക്കൊരുത്തൻ ക്രൂശിൽ കിടന്നത് സഹിക്കുമ്പോൾ, ലോകത്തേറ്റവും അധികം ഇത്തരത്തിൽ ആക്ഷേപ വർഷങ്ങൾ ക്രൂശിൽ കിടക്കുന്നവനെ കുറിച്ച് അറിയുമ്പോൾ അവരറിഞ്ഞില്ല ഭൂമിയുടെ 5 വൻകരകളിലും ഏറ്റവും കൂടുതൽ ആരാധിക്കാനിരിക്കുന്നത് അവന്റെ നാമമാണെന്നും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒറ്റ നാമം ഇതാണെന്നും ആക്രോശിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സഹോദരേ, പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ആ കൂടെ ക്രൂശിൽ കിടന്നൊരു കള്ളനുണ്ടായിരുന്നു. ആക്ച്വലി അവൻ തീവ്രവാദിയാണ്. 2 കുറ്റവാളികളാണ്. അതിലൊരുത്തൻ യേശുവിനെ പരിഹസിച്ചു. രണ്ടാമതൊരുത്തൻ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, യേശുവേ, നീ ഒരു ദിവസം രാജ്യത്വം പ്രാപിച്ചു വരും, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. ജനിച്ച യേശുവിനെ കാണാൻ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അവൻ ജനനത്തിൽ രാജാവാണെങ്കിൽ മരണത്തിലും രാജാവ് തന്നെ. മരണത്തിൽ അവൻ രാജാവാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിലും അവൻ രാജാവ് തന്നെ. അവനെ വെളിപ്പാടിൽ കണ്ട യോഹന്നാൻ എഴുതി, രാജാതി രാജാവും കർത്താതി കർത്താവും എന്നെഴുതിയ നാമം മടങ്ങി വരവിലും അവൻ രാജാവ് തന്നെ. ഹല്ലേലൂയ. രാജാതി രാജാവാണ് അവൻ. കള്ളന് മാത്രമേ അത് മനസ്സിലായുള്ളൂ. അപകടം നിറഞ്ഞൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിറവി കൊണ്ട യേശുവിനെ കണ്ടിട്ടേ, ചിലർക്കത് ഉണ്ണിയേശുവായിരുന്നു, ചിലർക്കത് യഹൂദന്മാർ ഞങ്ങൾ കിഴക്കുദിച്ച നക്ഷത്രം കണ്ടു വന്നാണ്. പക്ഷെ യേശുവിനെ കണ്ടിട്ടേ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളുണ്ട്. ആരാ? ശിമയോൻ. യേശുവിനെ കണ്ടിട്ടേ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞൊരു സ്ത്രീയുണ്ട്, ഹന്ന എന്ന പ്രവാചകി. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടിട്ടേ അവൻ രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളുണ്ട്, ഒരു കള്ളൻ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടി തിരിച്ചറിഞ്ഞതൊരു പാവം മറിയും. ഇതിലാരാ യഥാർത്ഥ യേശുവിന്റെ അനുഗാമികൾ? അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് അംഗബലമുള്ള ക്രിസ്ത്യാനിറ്റിക്കകത്തെ പുനരാഗമനത്തിൽ യേശുവിനെ മനസ്സിലാകുന്ന ചിലരേ ഉള്ളൂ. ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ കരുതിയെങ്കിൽ കൊള്ളായിരുന്നു. ഒന്ന് ഉറപ്പാക്കി പോണേ, ഈ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റവൻ,
ഒരു ദിവസം അവനൊരു മടങ്ങി വരവുണ്ട്. ആ മടങ്ങി വരൽ എന്തിനാ? ഉലകത്തെ 1000 ആണ്ട് ഭരിക്കാൻ. മില്ലേനിയം അഥവാ സഹസ്രാബ്ദ യുഗം എന്നതിന് പേര് പറയും. ഹല്ലേലൂയ. ആ മില്ലേനിയത്തിന് ആമുഖം കുറിച്ചുകൊണ്ട് യേശുക്രിസ്തു വരുമ്പോൾ അന്നാളിൽ കിഴക്കൊലിവുമലയിൽ അവന്റെ പാദമവരും, ഒലിവുമല 2ആയി പിണരും. ആ താഴ്വാരത്തിൽ കൂടി യേശുക്രിസ്തു എന്ന ഉലകരക്ഷകൻ അക്ഷരാർത്ഥത്തിൽ യെരൂശലേമിലേക്ക് നടന്നെടുക്കുമ്പോൾ സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ അവന്റെ മുമ്പാകം മലർക്കം തുറക്കും. ഈ രംഗം യുഗങ്ങൾക്കപ്പുറത്ത് കണ്ട് ദാവീദ് ആത്മാവിൽ പാടി, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ വീരനും ബലവാനുമായ യഹോവ, അവനാകുന്നു സൈന്യങ്ങളുടെ യഹോവ. അവൻ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഒരു പുതുയുഗത്തിന് നന്ദി കുറിക്കും. ഞാൻ ഇടയ്ക്കിയ കാര്യമൊക്കെ വിട്ടു, സമയക്കുറവുണ്ട്. അങ്ങനെ അന്നൊരു ദേവാലയമുണ്ട്. അതിൻ്റെ പേരാ സഹസ്രാബ്ദ ദേവാലയം. ആ ദേവാലയമാണ് പ്രവാസികൾക്കിടയിൽ ഇരിക്കെ യെസക്കിയേൽ ദർശനത്തിൽ കണ്ടത്. മനസ്സിലായോ? ഒരു കാഴ്ച കൂടി കണ്ടു. ആ ദേവാലയത്തിൻ്റെ മുമ്പിലെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ദൈവദൂത സാന്നിധ്യം കണ്ടു. ആ ദൂതന്റെ കയ്യിൽ ഒരളവ് ചരടുണ്ടായിരുന്നു. ആ ദൂതൻ 1000 മുഴം അളന്നു. 1000 മുഴം അളന്നപ്പോൾ ഇതുവഴി ഒഴുകി തുടങ്ങിയ ഒരു ജലാശയം ഉയർന്നു. വെള്ളം പാദത്തെ മൂടി, കാൽപാദം. അവൻ പിന്നെയും 1000 മുഴം അളന്നു. വെള്ളം മുട്ടോളം എത്തി. പിന്നെയും അളന്നു. അപ്പോഴേക്കും അരയോളം എത്തി. ഇനിയും അളന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത മഹാനദി. ഹല്ലേലൂയ. 1000 മുഴം വളർന്നപ്പോൾ പാദം വരെ വെള്ളം വന്നെങ്കിൽ ഓർത്തു വിടണം, ആത്മനിറവുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അതിലൂടെ നടക്കാം. മുട്ടോളം വന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ആത്മനിറവിന്റെ അളവ് കൂടി, സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞു, എന്നാലും നമുക്ക് ഇഷ്ടം പോലെ. അരയോളം വെള്ളം ഉയർന്നപ്പോൾ ഒന്ന് ഉറപ്പാക്കിക്കൊള്ളണം, ആത്മനദി ഉയർന്നു, പക്ഷെ എന്നാലും ഉദ്ദേശിച്ചിടത്ത് പോകണം. നീന്തിയിട്ടല്ലാത്ത പ്രവാഹം വരുമ്പോൾ ഓർത്തുകൊള്ളണം, എന്റെ കൺട്രോൾ മുഴുവൻ ഇനി നദിക്കാണ്. ആത്മനിറവിന് പൂർണ്ണമായി ഈ രാത്രി ഏൽപ്പിച്ചാട്ടെ, സമ്പൂർണ്ണ അളവിൽ ഏൽപ്പിച്ചാട്ടെ, ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ചാട്ടെ, ദൈവ സാന്നിധ്യത്തിന് ഏൽപ്പിച്ചാട്ടെ. അങ്ങനെ അളക്കുമ്പോഴേ ഈ വെള്ളം കിഴക്ക് അരാബയിലേക്ക് ഒഴുകി. അരാബ എന്ന് മലയാളത്തിൽ കിടക്കുന്നതിന്റെ പേരാ അറേബ്യ. അറേബ്യ മുഴുവൻ ഈ വെള്ളം വന്ന് അങ്ങോട്ട് മുടിയില്ലേ, മരുഭൂമി കാണാനില്ല. അവിടെ നിന്ന് ഒഴുകി 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 ഏൻഗതിയും ഏനെഗ്ലയും നിറച്ചു. ഒരിക്കൽ ശാപം മൂടിക്കിടന്ന ചാവ് കടലിലേക്ക് അനുഗ്രഹത്തിന്റെ ജലധാര ഒഴുകി ഇറങ്ങിയപ്പോൾ, സോദോമ്യ പാപത്തിന്റെ മലിനതകളിൽ മൂടിക്കിടന്ന മണ്ഡലത്തിലേക്കും ആത്മപ്രവാഹം ഒഴുകി അന്തരീക്ഷത്തെ അടിമൂടി മാറ്റിയപ്പോൾ, മലിനതകളെ മുഴുവൻ മാറ്റിക്കൊണ്ട് പെരുത്ത ജല മീൻകൂട്ടം അതിനകത്ത് ഉയർന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ പ്രവാചകൻ ഒരു കാര്യം പിടികിട്ടി. ഏത് പൗരാണിക ശാപവും തീർത്ത് അനുഗ്രഹത്തെ തരാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമിത ഇതുവഴി പ്രവഹിക്കുന്നെങ്കിൽ ഈ രാത്രി അകത്തും പുറത്തും ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏത് ശാപത്തെയും ഏത് വേദനയെയും ഏത് പ്രതിസന്ധികളെയും നീക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവില നമ്മൾ ഇന്ന് വന്നതെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഈ രാത്രി വിടുതൽ,
ശാപം ഉറങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങൾക്ക് ഈ രാത്രി വിടുതൽ. പലതും ചെയ്തിട്ട് ജയിക്കാനാവാത്ത വിധത്തിൽ തകർന്നു കിടക്കുന്ന പുരാതന ശൂന്യങ്ങളെ പണിയാനാവാതെ കിടക്കുന്ന കുടുംബങ്ങൾക്ക് ഈ രാത്രി വിടുതല. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട പ്രവർത്തിക്കുന്ന ഒരു യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനിതാ തന്റെ ദൂതനെ അയക്കുന്നു. അവന്റെ പക്കൽ ഒരളവ് ചരുടുണ്ട്. അവൻ അതുകൊണ്ട് 1000 മുഴ വളക്കട്ടെ, മതി വരുവോളം നിന്നെ ആത്മനദിയുടെ ആഴങ്ങളിൽ അതിശക്തമായ വിധത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ആ ദൈവകൃപയാണ് അകത്തും പുറത്തും നമ്മൾ ആസ്വദിക്കുന്നത്. ദൂരങ്ങളിൽ വചനം കെട്ടിട്ട് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ടേ, കർമ്മങ്ങളിൽ സഹകരിക്കുന്നുണ്ടേ, മുന്തിയ പണം കൊടുക്കുന്നുണ്ടേ, സന്തോഷമില്ല, സമാധാനമില്ല, വിടുതലില്ല. ഭാരപ്പെടുന്നുണ്ടോ? ഭാരപ്പെടേണ്ടെന്നേ. വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം തരാൻ, സന്തോഷം തരാൻ, ആർക്കും തരാനാവാത്ത വിടുതൽ തരാൻ നസ്രയനായ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു എന്ന പദം പോലും ദുരിതത്തെ അകറ്റുന്നതാണ്, ഇരുട്ടിനെ തകർക്കുന്നതാണ്. കുടുംബങ്ങളിലേക്ക് ആ വെള്ളി വെളിച്ചം വ്യാപരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇത് വെറുതെ ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥിക്കും വേളയിലൊന്ന് ഉറപ്പിക്കണം. പാടി ആരാധിച്ചിട്ടേ പ്രാർത്ഥിക്കും. ഞാനിതകത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പുറത്ത് വചനം കേട്ടവരുണ്ടെങ്കിൽ. സ്നേഹിത, ക്രിസ്തീയ ജീവിതം ആഘോഷമൊന്നുമല്ല, അതൊരനുഭവമാണ്. അതൊരു വിടുതലും ജീവിതമാണ്. അത് ആത്മനിറവും ജീവിതമാണ്. പരാജയപ്പെട്ടിടത്ത അതിജീവനത്തിന്റെ വഴിയാണത്. പ്രാർത്ഥിക്കുമോ? സമർപ്പണം ചെയ്യുമോ? ദൂരത്തും ചാരത്തുമുള്ള കുടുംബങ്ങളിൽ വചനം കേട്ടവരെ, ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ സകലതും കാണുന്നവൻ നിങ്ങളെ കാണും. ഞങ്ങളൊരു വേള പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് വിടുതലാണ്. യേശു നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. കർത്താവ് സ്പർശിക്കുന്ന രാത്രിയാണ്. ഏത് മാരക രോഗത്തിനും ചികിത്സ വിധിക്കുന്ന രാത്രിയാണ്. സൗഖ്യം തരുന്ന രാത്രിയാണ്. ആശ്വാസം തരുന്ന രാത്രിയാണ്. എല്ലാവരും ഒരു വേള പ്രാർത്ഥനയ്ക്കായി കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോട്ടെ. ഒരു ഗാനം പാടി ആരാധിക്കാൻ പോവുകയാണ്. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ആ പാട്ടിന്റെയും ആരാധനയ്ക്ക് മുന്നിൽ കർത്താവിന്റെ അഭിഷിക്തന്മാർ നിങ്ങളുടെ ആവശ്യകതകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കല്ലാതെ ആരും, പ്രാർത്ഥനാ നിർഭരമായ അനുഭവത്തിലല്ലാതെ ആരും ഇവിടെ നിലകൊള്ളുന്നത്. പാടി കർത്താവിനെ